മൊഡ്യൂൾ 5 പോയിൻറ്റേഴ്സ് ആൻഡ് ഫയൽസ്. പോയിൻറ്റേഴ്സ് അതിൻ്റെ ഡിക്ലറേഷൻ, ആക്സസിങ് കാര്യങ്ങൾ. പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് വേരിയബിൾസിൻ്റെ എല്ലാം ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം, അത് വെച്ചിട്ട് റീഡ് ചെയ്യാം, ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. അതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. പിന്നുള്ളത് ഫയൽസ്. ഒരു ഫയൽ എങ്ങനെയാണ് പ്രോഗ്രാം വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു TXT ഫയൽ, abc.txt, അല്ലെങ്കിൽ DOC ഫയൽ, അങ്ങനെയുള്ള ഫയൽസ്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഫയൽസ് ഒക്കെ എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യുക, അതിൽ നിന്ന് ഡാറ്റാസ് റീഡ് ചെയ്യാം, അതുപോലെ അതിലേക്ക് ഡാറ്റാസ് റൈറ്റ് ചെയ്യുക, അതിന് എൻഡിൽ ഡാറ്റാസ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഇത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഫയൽസ് ഹാൻഡിൽ ചെയ്യുന്ന ഫങ്ഷൻസ്. ഓക്കെ, റീഡ് ചെയ്യുക, ഫയലിനകത്ത് പല ഏരിയയിൽ നിന്നും നമുക്ക് ഡാറ്റാസ് വേണ്ട രീതിയിൽ എടുക്കുക, അതിലേക്ക് റൈറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, പോയിൻറ്റേഴ്സിൻ്റെ കാര്യം നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് റാം ഉണ്ട് എന്നുള്ളത് അല്ലേ. ഏതൊരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് റാം ഉണ്ടാവും. ഓക്കെ, ഇനി ഈ റാം ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ 6 GB ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റാമിനെ കുറേ ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ ബ്ലോക്കുകളെ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് റൺ ചെയ്യുമ്പം ഓരോ പ്രോഗ്രാമും റിക്വസ്റ്റ് ചെയ്യും. ആ റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യും, വേണ്ട രീതിയിൽ അതിനെ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടാസ്ക് മാനേജർ എടുത്താൽ സേ ഫോർ എക്സാമ്പിൾ, ഓക്കെ, നമുക്കവിടെ കാണാൻ പറ്റും ഓരോ ആപ്ലിക്കേഷൻസ് എത്ര മെമ്മറിയാണ് കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഒരു പിക്ചറൈസേഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് റാമാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, 6 GB റാമാണ്. അപ്പോൾ അതിൽ ഒരുപാട് ബ്ലോക്കുകളെ തിരിച്ചിട്ടുണ്ട്. ഓരോ ബൈറ്റുകളാണ് ഒരു ബ്ലോക്ക് നമ്മൾ പറയുന്നത്. അപ്പം ഓരോ ബ്ലോക്കുകൾക്ക് അഡ്രസ്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം അഡ്രസ്സ് 1, 2, 3 എക്സെട്ര അല്ലേ. അപ്പം റാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായി കിടക്കുന്നുണ്ടാവും. നമ്മുടെ ആൻഡ്രോയിഡോ വിൻഡോസോ ഉബുണ്ടുവോ ഏത് നമ്മൾ വർക്ക് ചെയ്യുന്ന വെച്ചാൽ അതായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് ബാക്കിയുള്ള ആപ്പുകൾ റൺ ചെയ്യുക, കുറച്ച് ലേറ്റർ ഏരിയാസിലുള്ള ഫ്രീ ഉള്ള ഏരിയയിൽ. അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര മെമ്മറി അവിടെ അലോട്ട് ചെയ്ത് നമുക്ക് തരും. അവിടെ യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ എക്സിറ്റ് ചെയ്ത് പോകുമ്പോൾ അത് തിരിച്ച് എന്ത് ചെയ്യും, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതുന്ന C പ്രോഗ്രാമിൽ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അവിടെ നമ്മൾ ഒരു ഇൻറ്റീജർ വേരിയബിളാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇൻഡെക്സ് റെഡി. അപ്പോൾ ഈ ഇൻഡെക്സ് എന്നുള്ളത് നമുക്ക് സ്റ്റോറേജിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ, ഓക്കെ, ഈ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യുന്ന അറിയാലോ. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യണം. ഓക്കെ, കമ്പൈൽ ചെയ്ത് F11 F12 റൺ ചെയ്തു. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോഗ്രാം റണ്ണായി. അപ്പോൾ റൺ ചെയ്യുമ്പം ഈ ഇവിടെ എക്സ് എന്നുള്ള സ്റ്റോറേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് റാമിലാണ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ റാമിൽ എത്ര സൈസ് ഒരു ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാൻ വേണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സൈസ് ഓഫ് ഇൻറ്റ് എന്നുള്ളത് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, സൈസ് ഓഫ് ഇൻറ്റ്, സൈസ് ഓഫ് നമ്മളിവിടെ ഏത് ഡാറ്റ ടൈപ്പ് എടുത്താൽ അതിന് എത്ര മെമ്മറി വേണമെന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത പ്രോഗ്രാമിൽ 64 ബിറ്റ് സിസ്റ്റം ആയതുകൊണ്ട് ഇതിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻറ്റിന് 4 സൈസാണ്, 2 അല്ലെങ്കിൽ 4 രണ്ടിലൊന്നാണ് നോർമലി യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ 4 ബൈറ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻറ്റീജർ എന്നുള്ള പറഞ്ഞ എക്സ് സ്റ്റോർ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ അത് സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ എക്സിൻ്റെ 20 വാല്യൂ എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം സൈസ് ഓഫ് ഇൻറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് സൈസ് ഓഫ് ഇൻറ്റ് പ്രിൻറ്റ് ചെയ്തു. റെഡി. അപ്പോൾ സൈസ് ഓഫ് ഇൻറ്റ് നമുക്ക് കിട്ടിയത് 4 ആണ്. ഓക്കെ, അതുപോലെ വാല്യൂ ഓഫ് എക്സ് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു %d, x. അപ്പോൾ എക്സ് എന്നുള്ളതിൻ്റെ വാല്യൂ 20 ആണ്. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 20 എടുത്തുകൊണ്ട് എക്സ് പ്രിൻറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യണം. അഡ്രസ് ഓഫ് എക്സ് ഈസ് ഇവിടെ അങ്ങനെ കൊടുക്കുക, അഡ്രസ് ഓഫ് എക്സ് എന്ന് കൊടുക്കുക. നമ്മളെപ്പോഴും പറയാറുള്ളത് അഡ്രസ് ഓഫ് എക്സ് എന്നാണ് ഇതിന് പറയാറുള്ളത്. ആംപർസെൻറ്റ് എന്നുള്ള അഡ്രസ് ഓഫ് എക്സ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ, എക്സിൻ്റെ അഡ്രസ്സ് എന്താ നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കണ്ട നമുക്ക് അഡ്രസ്സ് കാണാൻ പറ്റും 64
4,87,580 എന്നുള്ളതാണ് അഡ്രസ്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അഡ്രസ്സ്. എക്സ് എവിടെയാണ് സ്റ്റോർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഈ അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ നേരത്തുള്ള ഡയഗ്രാം തുറന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോയിട്ട് 64 lakh എന്നുള്ള ആ ഒരു ബ്ലോക്കിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ 1000 ആണെന്നുള്ളത്. ഓക്കെ, 64 lakh എന്നുള്ളത് 1000 ആണെന്നുള്ളത് അസ്യൂം ചെയ്യും. അപ്പം നമ്മൾ എക്സ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ഥലത്ത് 4 ബ്ലോക്ക് അല്ലേ. ഇപ്പോൾ 1000, 1000, 1001, 1002, 1003 3 ബ്ലോക്കുകൾ, 4 ബ്ലോക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 80, 81, 82, 83 4 ബ്ലോക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ എക്സിന് വേണ്ടിയിട്ട് ഇവിടെ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, അഡ്രസ് ഓഫ് എക്സിന് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം നമ്മുടെ സ്കാനഫിലൊക്കെ എപ്പോഴും അഡ്രസ് ഓഫ് എക്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സ്കാനഫ് യൂസ് ചെയ്യുമ്പോൾ അഡ്രസ്സ് യൂസ് ചെയ്യാറ്. അപ്പോൾ ആ അഡ്രസ്സിലേക്ക് അവിടെ സ്റ്റോർ ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, മനസ്സിലാവും. അപ്പോൾ എൻ്റർ വാല്യൂ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കാനഫിൻ്റെ അകത്ത് അഡ്രസ് ഓഫ് പെർസെൻറ്റേജ് ഡിഗോം അഡ്രസ് ഓഫ് എക്സ് നോക്കും, ആംപ്രസെൻ്റ് എക്സ് നോക്കിയാൽ ആ അഡ്രസ്സ് ഈ ലൊക്കേഷനിൽ ഇവിടെ സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ബ്ലോക്കുകളോട് ഇവിടെ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബേസിക്കലി നമ്മൾ അതിൻ്റെ പേര് പറയാം, അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബ്ലോക്കിൻ്റെ അഡ്രസ്സാണ് പറയാം. ഓക്കെ, അപ്പോൾ 4 ബ്ലോക്ക് 1000, 1001, 1002, 1003 ഉണ്ടെങ്കിലും കാരണം നമ്മൾ അഡ്രസ്സ് പറയുന്നത് ആദ്യത്താണ് അല്ലേ. പിന്നെ അതിന് ടൈപ്പ് ചെയ്താൽ നമ്മൾ ആൾറെഡി ഇവിടെ കൊടുത്തിരുന്നത് നമുക്കറിയാം ഇൻറ്റീജറാണ്. അപ്പോൾ ഇൻറ്റീജറിൻ്റെ ഇവിടെ 4 ഇത് 4 ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഇവിടെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 എന്തുണ്ടാവും അലോട്ട് ചെയ്തിട്ടുണ്ടാവുക നമുക്കറിയാൻ പറ്റും. അങ്ങനെയാണ് അഡ്രസ്സും അത്ര ആ സ്പേസ് ഏത് സ്പേസാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ പോയിൻ്റർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ അഡ്രസ് ഓഫ് എക്സ് പ്രിൻ്റ് ചെയ്തല്ലോ, ഈ എക്സിൻ്റെ അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതിന് നമ്മളെന്തൊരു പോയിൻ്റർ എന്ന് പറയാം. ഇപ്പോൾ ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്ത ആളുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ ഇൻറ്റീജർ പോയിൻ്ററാണ് ഡിക്ലെയർ ചെയ്യുക. അതായത് ഇവിടെ ഇൻറ്റ് എന്ന് കൊടുക്കും, പിന്നെ സ്റ്റാർ എന്ന് ഇട്ട് കൊടുക്കും, അത് മാത്രമേ നമ്മൾ ആലോചിക്കേണ്ടുള്ളൂ. ഓക്കെ, പോയിൻറ്റേഴ്സ് ആണെങ്കിൽ എന്താ ഒരു സ്റ്റാർ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റാർ പി, ഈ പീൻ്റെ അകത്ത് എന്ത് സ്റ്റോർ ചെയ്യാം, അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം. ആരുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം, ഏതൊരു ഇൻറ്റീജറിൻ്റെയും സ്റ്റോർ ചെയ്യാം. ഓക്കെ, എക്സ് എന്നല്ല വൈ എന്നല്ല ആരുടെയും സ്റ്റോർ ചെയ്യാം. അപ്പോൾ അവിടെ വൈ കൊടുത്തു, വൈ. ഓക്കെ, വേണമെങ്കിൽ വൈൻ്റെത് സ്റ്റോർ ചെയ്യാം, ആരുടെയും സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് പി ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് എക്സ് എന്ന് കൊടുക്കുകയാണ്. ഒന്നുമില്ല, ഇവിടെ പ്രിൻ്റ് ചെയ്ത ഈ 64 ലക്ഷം ഉണ്ടല്ലോ, ആ 64 ലക്ഷം എന്നുള്ള വാല്യൂ പീൻ്റെ അകത്തേക്ക് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. എന്താണ് പ്രിൻ്റ് ചെയ്യുന്നത്, ഓക്കെ, വാല്യൂ ഓഫ് പി ഈസ്, പീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പീൻ്റെ വാല്യൂ എന്തായിരിക്കും, ആ 64 ലക്ഷം ആയിരിക്കും അല്ലേ. കാരണം അഡ്രസ് ഓഫ് എക്സ് എന്നുള്ളത് 64 ലക്ഷം ആണല്ലോ, അതാണ് നമ്മൾ പിയിലേക്ക് ഇവിടെ കോപ്പി ചെയ്തത്. 64 ലക്ഷം നിങ്ങളുടെ കോപ്പി ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പെർസെൻറ്റേജ് ഡി വെച്ച് പ്രിൻ്റ് ചെയ്യാണ്. പെർസെൻറ്റേജ് ഡി കോമ പി എന്ന് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, വാല്യൂ ഓഫ് പി ഈസ് റൺ ചെയ്ത് നോക്കാം. F11. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും വാല്യൂ ഓഫ് പി ഈസ് 64,87,572. നേരത്തെ നമ്മൾ അഡ്രസ് ഓഫ് എക്സ് ഇവിടെ പ്രിൻ്റ് ചെയ്തില്ലേ, അതേ സംഭവമാണ് എന്തുള്ളത്, വാല്യൂ ഓഫ് പി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി പോയിൻ്റർ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ആളാണല്ലേ. അപ്പോൾ പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യുക എങ്ങനെയാണ്, സ്റ്റാർ വെച്ചിട്ടാണ്. ഓക്കെ, ഒന്നുമില്ല, ഒരു ഏത് ടൈപ്പാണ്. അപ്പോൾ ഇൻറ്റീജറിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻറ്റ് സ്റ്റാർ പി കൊടുക്കാം. ഈ സ്റ്റാർ പിൻ്റെ അത് എന്ത് ചെയ്യുക, അഡ്രസ് ഓഫ് എടുക്കാം, അഡ്രസ് ഓഫ് എക്സ്. റെഡി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർ പി ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക വെച്ചാൽ, ഓക്കെ, വാല്യൂ ഓഫ് സ്റ്റാർ പി നമുക്ക് നോക്കാം. സ്റ്റാർ പിൻ്റെ പറയുമ്പോൾ സ്റ്റാർ പി പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി കോമ നമ്മൾ സ്റ്റാർ പി പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ വരാൻ നോക്കാം, വാല്യൂ ഓഫ് സ്റ്റാർ പി. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ എന്താ 20 എന്ന് വന്നത് അല്ലേ. അതായത് എക്സിൻ്റെ വാല്യൂ എന്താണോ അതാണ് സ്റ്റാർ പി എന്ന് വന്നത്. ഓക്കെ, നമ്മളൊന്നും കൂടി അതിലൊന്ന് ഡെപ്തായിട്ട് നോക്കാം. ഓക്കെ, 2 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. പീൻ്റെ അകത്ത് എക്സിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി പീൻ്റെ വാല്യൂ എന്തായിരിക്കും, എക്സിൻ്റെ അഡ്രസ്സായിരിക്കും, 64 ലക്ഷം ആയിരിക്കും അല്ലേ. പക്ഷേ നമ്മളിവിടെ സ്റ്റാർ പി എന്നാണ് പ്രിൻ്റ് ചെയ്തത് എങ്കിൽ എന്താ വരിക,
പീൻ്റെ വാല്യൂ അല്ല വരിക, മറിച്ച് പീൻ്റെ അകത്ത് ആരുടെ അഡ്രസ്സാണോ അതിൻ്റെ അകത്തുള്ള വാല്യൂ അല്ലേ. പീൻ്റെ അകത്ത് ആരുടെ അഡ്രസ്സ് ഉള്ളത്? എക്സിൻ്റെ അഡ്രസ്സാണുള്ളത് അല്ലേ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ എക്സിൻ്റെ അകത്തുള്ള വാല്യൂ എന്താ? 20 ആണ്. മനസ്സിലായോ? അപ്പം പോയിൻറ്റഡ് വാല്യൂ ഓഫ് പി എന്ന് പറയുന്നത് സ്റ്റാർ പി. ഓക്കെ, അപ്പോൾ സ്റ്റാർ പി നമ്മൾ പ്രിൻറ്റ് ചെയ്താൽ നമ്മളെ ലൊക്കേഷൻ്റെ അഡ്രസ്സിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതേ കാര്യം നമുക്ക് വേറെ രൂപത്തിൽ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാർ പിൻ്റെ വാല്യൂ. ഓക്കെ, സ്റ്റാർ പിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാല്യൂ പ്രിൻ്റ് ചെയ്യാണ്. നമുക്കറിയാം അഡ്രസ് ഓഫ് എക്സ് നമുക്കറിയില്ല, 64 ലക്ഷം. ഓക്കെ, അഡ്രസ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, അഡ്രസ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ. ഇനി അഡ്രസ് ഓഫ് എക്സ് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ അഡ്രസ് ഓഫ് എക്സ് എന്താ? 64 ലക്ഷം. നമുക്കറിയില്ല, 64 ലക്ഷമാണ്, മാറ്റമൊന്നുമില്ല. ഇനി 64 ലക്ഷത്തിൻ്റെ ഇതിൻ്റെ കൂടെ പോയിൻറ്റഡ് വാല്യൂ സ്റ്റാർ കൂടി ഇട്ട് കൊടുക്കുക. പോയിൻറ്റഡ് വാല്യൂ ഓഫ് അഡ്രസ് ഓഫ് എക്സ്, അതായത് 64 ലക്ഷം എന്നുള്ള അഡ്രസ്സിൽ എന്ത് വാല്യൂ ആണ് അത് പ്രിൻ്റ് ചെയ്യാനാണോ പറയുന്നത്, അതാണ് ഈ സ്റ്റാറിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർ ഓഫ് അഡ്രസ് ഓഫ് എക്സ് ഇങ്ങനെ കൊടുത്ത് നോക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്താൽ എന്താണ് സംഭവിക്കുക? 20 എന്നുള്ള വാല്യൂ വന്നത്. മനസ്സിലായി? അപ്പോൾ 64 ലക്ഷം എന്നുള്ള ബ്ലോക്കിൻ്റെ അകത്തുള്ള വാല്യൂ എന്താണ്, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സ്റ്റാർ ഓഫ് അഡ്രസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ 64 ലക്ഷം ഇവിടെ ഉണ്ട്, അതാണ് അഡ്രസ് ഓഫ് എക്സ്. അതിൻ്റെ അകത്തുള്ള വാല്യൂ കിട്ടാനാണ് എന്ത് ചെയ്ത്? സ്റ്റാർ കൊടുത്തത്. ഓക്കെ, അഡ്രസ്സിൻ്റെ അകത്തുള്ള വാല്യൂ കിട്ടാൻ നമ്മൾ സ്റ്റാർ കൊടുക്കും. ഇവിടെ നമ്മൾ എന്നെ ചെയ്ത് പീൻ്റെ അകത്തുനിന്ന് വാല്യൂ ഉള്ളത് ഈ 64 ലക്ഷമാണ്. അപ്പോൾ ഈ അഡ്രസ്സിലുള്ള ആളെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു? സ്റ്റാർ ഓഫ് പി എന്ന് കൊടുത്തു. അപ്പോൾ ആ വാല്യൂ അവിടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ രൂപം നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റെ എക്സ് ഡിക്ലെയർ ചെയ്തു അല്ലേ, എക്സ് = 20 എന്ന് എടുത്തു. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വന്ന് നോക്കിയാൽ എക്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെമ്മറി അലോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു മെമ്മറി അലോട്ട് ചെയ്തിട്ടുണ്ട് 1000, 1001. അതല്ലെങ്കിൽ 64 ലക്ഷം, 64 ലക്ഷത്തി 1, 2, 3, 4 അവിടെ വാല്യൂ 20 എന്നുണ്ട്. റെഡി. ഇനി നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് പിന്നെന്താ വെച്ചാൽ ഇൻറ്റ് പി ആണ്, ഇൻറ്റ് സ്റ്റാർ പി, അതായത് ഒരു പോയിൻ്റർ വാല്യൂ ആണ്. അപ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വേറൊരു സ്ഥലത്താണ് എന്ത് ചെയ്യുക? ഈ പി ഡിക്ലെയർ ചെയ്യുക. അതൊരു പോയിൻ്ററാണല്ലോ. പോയിൻ്റർ എടുത്ത് എന്താ? അതിൻ്റെ അകത്ത് അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, പോയിൻ്ററിൻ്റെ പ്രത്യേകത പോയിൻ്ററിൻ്റെ അകത്ത് അഡ്രസ്സാണ് നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യുക, വേറെ ആരുടെയോ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പിക്ക് വേണ്ടിയിട്ട് വേറെ ലൊക്കേഷനിൽ ഇവിടെ പിക്ക് വേണ്ടിയിട്ട് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് അഡ്രസ്സ് ഉണ്ട്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല തൽക്കാലം. അപ്പോൾ 1500, 1501 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂ അത് നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അഡ്രസ് ഓഫ് പി എന്ന് പ്രിൻറ്റ് ചെയ്താൽ നമുക്ക് അതിന് അഡ്രസ്സ് കിട്ടും. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് സ്റ്റാർ പി = അഡ്രസ് ഓഫ് എക്സ്, അതായത് ഈ സ്റ്റാർ പി ഉണ്ടല്ലോ ഇവിടെ അല്ലേ, പി = അഡ്രസ് ഓഫ് എക്സ് എന്നാണ് വരിക കേട്ടോ. സ്റ്റാർ പി അല്ല, ഇവിടെ പി = അഡ്രസ് ഓഫ് എക്സ് എന്നാണ് വരിക. ഓക്കെ, രണ്ട് രീതിയിലെടുത്താലും വർക്കബിൾ ആണ്, ബട്ട് സ്റ്റിൽ ഓക്കെ ഇങ്ങനെയാണ് വരിക. പി = അഡ്രസ് ഓഫ് എക്സ് എന്ന് വരും. റെഡി. അപ്പം ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും? ഈ അഡ്രസ് ഓഫ് എക്സ് എന്നുള്ളതിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടല്ലോ, എന്താണുള്ളത്? 1000, 1001 എന്നുള്ള വാല്യൂ അല്ലേ. ആ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും? ഇവിടെ സ്റ്റോർ ചെയ്യും അല്ലേ. 1000 എന്നുള്ള വാല്യൂ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായി? പീൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം പി പോയിൻ്ററാണ്. പോയിൻ്ററിനകത്ത് എപ്പോഴും അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ് ആരുടെ അഡ്രസ്സാണ്? എക്സിൻ്റെ അഡ്രസ്സാണ് അല്ലേ. അതാണ് നമ്മൾ എന്ത് ചെയ്തത്? പി = അഡ്രസ് ഓഫ് എക്സ് എന്ന് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പീൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പീൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നത് 1000 വരിക. പക്ഷേ സ്റ്റാർ പി പോയിൻറ്റഡ് വാല്യൂ ഓഫ് പി എന്താ പ്രിൻറ്റ് ചെയ്യുക? 20 എന്നാണ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, അതായത് പീൻ്റെ അകത്തുള്ള അഡ്രസ്സിൻ്റെ അകത്ത് വരുന്ന വാല്യൂ ആണ് 20. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, സിമ്പിൾ കൺസെപ്റ്റാണ്. അതിന് 2-3 പ്രാവശ്യങ്ങളൊന്ന് ചെയ്ത് നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഇത്ര ആലോചിച്ചാൽ മതി. എക്സ് സാധാരണ രൂപത്തിലുള്ളത്, സ്റ്റാർ കൊടുത്താൽ പോയിൻ്ററകത്ത് എപ്പോഴും വേറെ ആളുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോയിൻ്റ് ചെയ്ത അകത്തുള്ള ആളുടെ വാല്യൂ ഒക്കെ നമുക്ക് കിട്ടും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡാണ്.
ഓക്കെ, നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സ് കൊടുത്ത് യൂസ് ചെയ്യുമ്പോൾ ഈ അഡ്രസ്സ് ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇതിൻ്റെ അകത്ത് റൺ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നമ്മൾ ഒരുപാട് സൈസുള്ള വാല്യൂസൊക്കെ ആക്സസ് ചെയ്യുമ്പോൾ, അറേസൊക്കെ ആക്സസ് ചെയ്യുമ്പോൾ ഈ പോയിൻറ്റേഴ്സൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് പോയിൻ്റർ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അഡ്രസ്സ് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. ഓക്കെ, പി = അഡ്രസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഓക്കെ, റെഡി. ഈ സ്റ്റാർ പി ഇസ് പോയിന്റഡ് വാല്യൂ ബൈ അഡ്രസ് ഇൻ പി which is 20, or we can say star of 1000. ഇതാണ് അതിൻ്റെ ട്രിക്ക്. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി, സ്റ്റാർ ഓഫ് 1000 എന്നുള്ളത് അല്ലേ. അപ്പോൾ 1000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അഡ്രസ്സാണ് അല്ലേ. അപ്പോൾ ആ 1000ൻ്റെ കൂടെ ഒരു സ്റ്റാറും ഇട്ടെടുത്ത് എന്തായി 1000ൻ്റെ അകത്തുള്ള വാല്യൂ എന്ന് അതിൻ്റെ അർത്ഥം, സ്റ്റാറിൻ്റെ അർത്ഥം. സ്റ്റാർ ഓഫ് 1000 എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് വാല്യൂ ഓഫ് 1000 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെയൊക്കെ മനസ്സിലാവും അല്ലേ. അപ്പോൾ സ്റ്റാർ ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താ? അകത്തുള്ള വാല്യൂ, ഇൻസൈഡ് വാല്യൂ ഓഫ് പി അല്ലേ. അപ്പോൾ പീൻ്റെ വാല്യൂ അല്ല, പീൻ്റെ അകത്തുള്ള വാല്യൂ. അതുപോലെ സ്റ്റാർ ഓഫ് അഡ്രസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് എക്സിൻ്റെ അകത്തുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, പോയിൻറ്റേഴ്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നിങ്ങൾ അത് കറക്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് പോയിൻ്റ് മനസ്സിലാവുള്ളൂ. വളരെ സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അത് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റുള്ള ഏരിയാസിനൊക്കെ ഈ ഏരിയാസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. നോർമലി നല്ല മാർക്കിന് ഉണ്ടാവും അതിൻ്റെ ഡിവിഷൻ അനുസരിച്ചിട്ട്. അപ്പം അത് കാര്യം മനസ്സിലാക്കി നമുക്ക് ഏത് ടൈപ്പ് പ്രോഗ്രാം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും, എക്സ്പ്ലനേഷൻസ് എഴുതാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അഡ്രസ്സ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എല്ലാത്തിനും അഡ്രസ്സ് ഉണ്ട്. അഡ്രസ്സ് നമുക്ക് വേറെ ആളുടെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അയാൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണ്ട അഡ്രസ്സുകളെ അല്ലെങ്കിൽ അഡ്രസ്സിൻ്റെ അകത്തുള്ള വാല്യൂവിനെ നമുക്ക് പിന്നെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് അതിൽ ഉള്ളത്. അപ്പോൾ ആൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു സാമ്പിൾ, പോയിൻറ്റേഴ്സിൻ്റെ സാമ്പിൾ. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് തിയറി ഏരിയാസ് പറയാം. അപ്പം പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. ലൊക്കേഷൻസിൻ്റെ അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഒരു എക്സാമ്പിൾ അവിടെ ഉള്ളത്. ഇൻഡ് വേരിയബിൾ var1 കൊടുത്തു. അപ്പം അതിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. var1 = 10 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം. ഇനി അതുപോലെ ഇവിടെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആംപ്രസൻറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ആംപ്രസൻറ്റ് കൊടുത്താൽ നമുക്ക് വാല്യൂ പ്രിൻ്റ് ചെയ്ത് കാണാം. നമ്മൾ ഓൾറെഡി കണ്ട എക്സാമ്പിളാണ്. ഇൻഡ് എക്സ് printf address of x %d. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മുന്നുള്ള എക്സാമ്പിൾ പോലെ നമ്മൾ കണ്ടു. ഓക്കെ, 64,87,000 എന്നുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഹെക്സാഡെസിമൽ ആയിട്ട് കാണാം, ഹെക്സാഡെസിമൽ രൂപത്തിൽ കാണാം. നേരത്തെ നമ്മൾ കണ്ട ഇൻറ്റീജർ രൂപത്തിലാണ്. അതിന് %x കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 62FE1C സെയിം തന്നെയാണ് രണ്ടും കേട്ടോ. അത് ആ ഇൻറ്റീജറിൻ്റെ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കാണുന്നത്, 62FE1C എന്നുള്ളത്. ഓക്കെ, ഇത് നമുക്ക് നോർമലി കൺവേർട്ട് ചെയ്യണമെങ്കിൽ C × 16⁻0 + 1 × 16⁻1 + E × 16⁻2 അങ്ങനെ പോവാം. അങ്ങനെ കൊടുത്താൽ വാല്യൂ കിട്ടും. ഓക്കെ, അതായത് 0 മുതൽ 9 വരെയുള്ളത് ഡെസിമലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. 10 എന്നുള്ളതിന് പകരം നമ്മൾ A എന്ന് കൊടുക്കും, 11 B എന്ന് കൊടുക്കും, 12 C എന്ന് കൊടുക്കും. അപ്പം അങ്ങനെ ആണ് അതിൻ്റെ ഒരു ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡെപ്തിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. രണ്ട് രീതിയിൽ നമുക്കത് കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഇത് പറയാനുള്ള കാരണം ചിലതിലൊക്കെ നമുക്ക് ഹെക്സാഡെസിമലായിരിക്കും കാണിക്കുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് അഡ്രസ്സൊക്കെ. വലിയ നമ്പേഴ്സിനെ ഹെക്സാഡെസിമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കും. നമുക്ക് %d വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്താലും മതി. ഓക്കെ, റെഡി. അപ്പോൾ അതാണ് അഡ്രസ്സ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും.
ഇനി ഇവിടെ എന്താണ് പോയിൻറ്റേഴ്സ്? അപ്പോൾ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളാണ് ഹൂസ് വാല്യൂ ഈസ് ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എപ്പോഴും മെമ്മറി ലൊക്കേഷനിലുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം പോയിൻ്റർ എപ്പോഴും. ഡിക്ലെയർ ചെയ്യുന്ന സിൻടാക്സ് ഇങ്ങനെയാണ്: ടൈപ്പ് സ്റ്റാർ വേരിയബിളിൻ്റെ പേര്, അതാണ് പോയിൻ്റർ. ഇൻറ്റ് സ്റ്റാർ പി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ നമുക്ക് സ്റ്റാർ വെച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പുകൾക്ക് എന്ത് ചെയ്യാം? പോയിൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇൻറ്റീജറിൻ്റെ പോയിൻ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻറ്റ് സ്റ്റാർ കൊടുത്തു, ഐ പി എന്ന് കൊടുത്തു. അപ്പം ഈ സ്റ്റാർ ഐ പി എന്ന് പറയുന്നത് പോയിൻ്റർ ടു ആൻ ഇൻറ്റീജറാണ് കേട്ടോ, ഇൻറ്റീജർ പോയിൻ്ററാണ് അങ്ങനെ പറയാം. ഡബിൾ എന്നുള്ള ടൈപ്പിന് കൊടുത്താൽ ഡബിൾ പോയിൻ്ററാണ്. ഓക്കെ, സ്റ്റാർ ടി പി നിർത്തും, ഡബിൾ പോയിൻ്റർ. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, വേരിയബിൾ നെയിമിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലോട്ടിനാണെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പോയിൻ്റർ എന്ന് പറയാം, ക്യാരക്ടറാണെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഓരോ എല്ലാ ബേസിക് ടൈപ്പിന് എന്തുണ്ട്? അതിൻ്റേതായിട്ടുള്ള പോയിൻറ്റേഴ്സ് ഉണ്ട്. പോയിൻ്റർ എന്ന് പറയുന്നില്ല, അതിൻ്റെ ടൈപ്പ് അഡ്രസ്സ് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ അവിടെ നമ്മൾ ക്യാർ സ്റ്റാർ പി, ഓക്കെ, സി കോമ സ്റ്റാർ പി. സി എന്നുള്ള ക്യാരക്ടർ ഈക്വൽ ടു നമ്മൾ കൊടുത്തു എസ് എന്ന് കൊടുത്തു, ഒരു ക്യാരക്ടറാണ് സി എന്നുള്ളത് കേട്ടോ. സ്റ്റാർ പി എന്നുള്ളത് പോയിൻ്ററാണ്, ക്യാരക്ടറിലേക്കുള്ള പോയിൻ്ററാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? പി ഈക്വൽ ടു അഡ്രസ് ഓഫ് സി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സീൻ്റെ അകത്ത് ലെസ് എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജ് സി കോമ അല്ലേ, വാല്യൂ ഓഫ് സി ഈസ് പെർസെൻറ്റേജ് സി കോമ, വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സി എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പോയിൻ്റർ യൂസ് ചെയ്തിട്ടുള്ള, ഇനി പോയിൻ്റർ യൂസ് ചെയ്യണമെങ്കിൽ വാല്യൂ ഓഫ് സി ഈസ് പെർസെൻറ്റേജ് സി കോമ സി എന്നുള്ളതിൻ്റെ പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇവിടെ പോയിൻ്റർ അസൈൻ ചെയ്തിട്ടുണ്ടല്ലേ പി എന്നുള്ളത്, അപ്പം സ്റ്റാർ പി എന്ന് കൊടുക്കാം. അപ്പോൾ പീൻ്റെ അകത്ത് സീൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, എസ് ഉള്ള ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, രണ്ടും റിസൾട്ട് സെയിം ആണ് കേട്ടോ, രണ്ടും വാല്യൂ ഓഫ് എസ് ആണ് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, സെയിം എഫക്റ്റ് ആണ്, അതാണ് പോയിൻ്ററിൻ്റെ പ്രത്യേകത. പോയിൻ്റർ എന്ന് പറഞ്ഞാൽ അത് അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, മറ്റേത് ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് ക്യാരക്ടറാണ്, അതുപോലെ നമുക്ക് ഡബിൾ യൂസ് ചെയ്യാം, ഏതുകൊണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അഡ്രസ്സൊക്കെ നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ നോർമലി പീൻ്റെ വാല്യൂ ഒക്കെ പ്രിൻ്റ് ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ അഡ്രസ്സാണല്ലോ, അഡ്രസ് ഓഫ് സി, അഡ്രസ് ഓഫ് സി പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജ് ഡി കോമ പീൻ്റെ അകത്ത് ഉണ്ടാവും ആരുടെ അഡ്രസ്സ്? സീൻ്റെ അഡ്രസ്സ്. നമ്മൾ റൺ ചെയ്താൽ കാണാം 64,87,575. ഓക്കെ, അതിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് കിട്ടും, സ്റ്റാർ പി എടുത്താൽ ആ അഡ്രസ്സിൻ്റെ അകത്തുള്ള വാല്യൂ കിട്ടും. ഓക്കെ, നമ്മൾ മുന്നേ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ച് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, വാല്യൂ ഇതിൻ്റെ അകത്തുണ്ടാവും. ഇപ്പോൾ എക്സ് എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ അകത്തുണ്ടാവും, അതിൻ്റെ വാല്യൂ ഉണ്ടാവും, എത്ര സൈസ് ഉപയോഗിക്കുന്ന വെച്ചാൽ അവിടെ ഉണ്ടാവും. ഇതിൻ്റെ അഡ്രസ്സ് വേറെ സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് 1000 ആണ്, ആ അഡ്രസ്സ് ഇപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ എന്ത് പ്രിൻ്റ് ചെയ്യും? പീൻ്റെ അകത്തുള്ള അഡ്രസ്സ് 1000 ആണ്. അപ്പോൾ സ്റ്റാർ ഓഫ് 1000, അതായത് 1000ൻ്റെ അകത്ത് കിടക്കുന്ന വാല്യൂ എന്താണോ അതാണ് അവിടെ പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, റെഡി. ഇനി എങ്ങനെയാണ് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓക്കെ നമ്മൾ അവിടെ ചെയ്ത് കാണിച്ചത് ഇവിടെ പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2-3 സ്റ്റെപ്പാണ്. ഒന്ന് ഒരു പോയിൻ്റർ വേരിയബിൾ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, പിന്നെ അഡ്രസ്സ് അസൈൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ വാല്യൂ പോയിൻ്ററിനകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇൻഡെക്സ് ഈക്വൽ ടു 20 അതിന് വാല്യൂ അസൈൻ ചെയ്തു. അടുത്ത പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു സ്റ്റാർ പി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്?
ഇത് നമ്മൾ കണക്ട് ചെയ്യണം അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, വാല്യൂ കൊടുക്കണം. IP ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് വേരിയബിൾ. അപ്പോൾ ഇനി മുതൽ എന്തായി, ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇയാൾ ഉപയോഗിക്കണമെങ്കിൽ ഇനി എന്ത് വേണ്ട, വേറെ എന്നുള്ളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ IP എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പം വേറെ ഉപയോഗിക്കുന്നതിൻ്റെ അതേപോലെ തന്നെയാണ് സ്റ്റാർ IP ഉപയോഗിക്കാനുള്ള കാരണം പെർഫോമൻസ് നന്നായിട്ട് കൂടും. ഓക്കെ, നല്ല സ്പീഡിൽ ആക്സസ് ചെയ്യാൻ പറ്റും അഡ്രസ് യൂസ് ചെയ്യുന്നുണ്ട്. സീൻ്റെ അകത്ത് ഒരുപാട് ഏരിയകളിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. നോർമലി ഇൻറ്റേർണലി യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്രസ് ഓഫ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അഡ്രസ് സ്റ്റോർഡ് ഇൻ പോയിൻ്റർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, റെഡി. അതിൻ്റെ അകത്തുള്ള വാല്യൂ ആണെങ്കിൽ സ്റ്റാർ IP എന്ന് പറഞ്ഞാൽ എത്ര ഡിഫറൻസ് മനസ്സിലാക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർ IP എടുത്താൽ അതിൻ്റെ അകത്തുള്ള നമുക്ക് ഉദ്ദേശിച്ച വാല്യൂ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് IP അല്ലെങ്കിൽ P എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, ആ ഒരു അഡ്രസ്സാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഹെക്സാഡെസിമലാണ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പെർസെൻറ്റേജ് X കൊടുത്തുകൊണ്ട്. ഓക്കെ, പെർസെൻറ്റേജ് D കൊടുത്താൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻറ്റീജർ ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് അഡ്രസ്സ് കാണാൻ പറ്റും. ഓക്കെ, റെഡി. ഇനി ഇവിടെ റേസ് പറയാം, ഇതിൻ്റെ മുന്നേ നൾ പോയിൻ്റർ ഉണ്ട്. ഓക്കെ, നൾ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും പോയിൻ്റർ യൂസ് ചെയ്യുമ്പോൾ പോയിൻ്റർ നമ്മൾ തൊട്ട് അഡ്രസ്സ് ഡയറക്റ്റ് അസൈൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, PTR = null എന്ന് കൊടുത്തു വെക്കുക. അല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അറിയാതെ ആ PTRൻ്റെ വാല്യൂ ഉപയോഗിച്ചാൽ, അസൈൻ ചെയ്ത വാല്യൂ ഉപയോഗിച്ചാൽ പ്രോഗ്രാം ക്രാഷ് ആയി പോകും. പ്രോഗ്രാം റൺ ചെയ്യുന്നതിൻ്റെ അകത്ത് ബ്രേക്ക് ആയി പോകും. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഈ കേസിൽ തന്നെ നമ്മൾ സ്റ്റാർ P അസൈൻ ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. പക്ഷെ എന്ത് കൊടുത്തില്ല, ഇവിടെ P = %C എന്ന് കൊടുത്തില്ല. 2 സ്ലാഷ് ഇട്ട കമൻ്റാണ്. പിന്നെ ഈ ലൈൻ എന്ത് ചെയ്യില്ല, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യില്ല. ഇനി നമ്മൾ സ്റ്റാർ P റൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് എററായിട്ട് വരും ശരിക്കും. ഓക്കെ, പ്രോസസ് എക്സിറ്റഡ് വിത്ത് ഉണ്ടോ, അങ്ങനെ കാണാൻ പറ്റും. അതായത് പ്രോഗ്രാം അവിടെ എന്ത് എക്സിറ്റ് ആയി പോവുകയാണ് ചെയ്ത്, പകുതിയിൽ വെച്ചിട്ട് ബ്രേക്ക് ആയി പോയി. കാരണം അവിടെ എന്തില്ല, നമ്മൾ അസൈൻ ചെയ്യാത്ത വാല്യൂ ആണ് യൂസ് ചെയ്തത്. മനസ്സിലായി, അത് P നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അഡ്രസ്സ്, പക്ഷെ എന്തില്ല, പോയിൻ്ററിൻ്റെ അകത്ത് നമ്മൾ അഡ്രസ്സ് വാല്യൂ കൊടുത്തിട്ടില്ല, ഇവരെ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഗാർബേജ് വാല്യൂ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്തുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യാനൊക്കെ നോക്കി എന്തെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ ഒക്കെയാണ് പോവുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർ Pക്ക് എന്ത് കൊടുക്കുക, എപ്പോഴും നൾ കൊടുക്കുക. അതിന് നമ്മൾ നൾ പോയിൻ്റർ എന്ന് പറയാം. ഓക്കെ, നൾ പോയിൻ്റർ എന്ന് പറയാം. ഇനി നമ്മൾ റൺ ചെയ്താൽ ഓക്കെ, നമ്മൾ നോർമലി എന്താ വെച്ചാൽ നൾ കൊടുത്ത് ചെക്ക് ചെയ്യും. അപ്പം പോയിൻ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ പോയിൻ്റർ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഇഫ് ഓക്കെ P ഓക്കെ സ്റ്റാർ P equal to null. ഓക്കെ, നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, റെഡി. അപ്പം അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ നോർമലി. ഓക്കെ, PTR എന്നുള്ളത് യൂസ് ചെയ്യുമ്പോൾ നള്ള് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നള്ള് അസൈൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം, P = അഡ്രസ് ഓഫ് C. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അത് ഏത് ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് പോയിൻ്റർ, നൾ പോയിൻ്റർ എന്ന് പറയുന്നത്. Okay, it's always good practice to assign a null value to a pointer variable in case you do not have an exact address to be assigned initially. Okay, അപ്പോൾ ഡിക്ലറേഷൻ്റെ സമയത്താണ് നമ്മളത് നോർമലി ചെയ്യുക. അങ്ങനെ അസൈൻ ചെയ്യുന്ന പോയിൻ്റർ നമ്മൾ എന്ത് വിളിക്കും, നൾ പോയിൻ്റർ എന്ന് വിളിക്കും കേട്ടോ. സിലബസിൽ ആ ടോപ്പിക്കായിട്ട് തന്നെ അങ്ങനെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളത് ഓർത്ത് എടുത്ത് എഴുതണം, എക്സാമിലൊക്കെ എഴുതണം കേട്ടോ. ജസ്റ്റ് അത് 1-2 മാർക്കിനൊക്കെ ചോദിക്കാം സാധ്യതയുണ്ട്. ഓക്കെ, നൾ പോയിൻ്റർ എന്താ, സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഈ രൂപത്തിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇഫ് PTR ഇഫ് നോട്ട് PTR എന്നുള്ളതൊക്കെ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം, പോയിൻ്റർ നൾ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ,
ഇനി പോയിൻറ്റേഴ്സിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ പല രീതികളിലാണ് ഇതിൻ്റെ യൂസ് വരിക. ഓക്കെ, ഒന്ന് പോയിൻ്റർ അരിത്തമെറ്റിക് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ താഴെ വരാം. ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ചെയ്യാം പോയിൻറ്റേഴ്സിനെ. സാധാരണ നമ്പറിനെ ആഡ് ചെയ്യുന്ന പോലെയല്ല പോയിൻറ്റേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. ആ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ആഡ് ആയി പോവുക. നോർമലി നമ്മൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, എക്സിന് ഒരു വാല്യൂ ആണ് ആഡ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പി ഈക്വൽ ടു പി പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ആ പീന് എത്ര സൈസാണ് യൂസ് ചെയ്യുന്നത് അത്രയാണ് ആഡ് ആയി പോവുക. ഇപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ 4 ബൈറ്റാണ് ഇൻറ്റീജറിൻ്റെ സൈസ് എന്നുണ്ടെങ്കിൽ പി പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ 4 ആഡ് ആയിട്ട് പോകും. അങ്ങനെയാണ് വരിക കേട്ടോ. ആ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് അറേ ഓഫ് പോയിൻറ്റേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ അറേസിന് നമുക്ക് പോയിൻറ്റേഴ്സ് വെച്ചിട്ട് മാനേജ് ചെയ്യാം. പിന്നെ ഡബിൾ പോയിൻറ്റേഴ്സ് ഉണ്ട്. ഒരു പോയിൻറ്റർ സ്റ്റാർ പി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ പി എന്ന് യൂസ് ചെയ്യാം. 2 പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യാം. പോയിൻറ്റർ ടു പോയിൻറ്റർ എന്ന് പറയും. പിന്നെ അടുത്ത പോയിൻറ്റേഴ്സ് നമുക്ക് ഫംഗ്ഷൻസിൻ്റെ അകത്തിലൂടെ പാസ് ചെയ്യാം. നമുക്ക് മെമ്മറി കുറേ ലാഭിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് പോയിൻറ്റേഴ്സായിട്ട് തന്നെ ഫങ്ഷൻസ് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ പോയിൻ്റർ അരിത്തമെറ്റിക്, അതായത് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്നുള്ളത് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് അത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. പോയിൻ്റർ പ്ലസ് പ്ലസ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് എങ്ങനെയാണ് പോയിൻ്റർ ഇൻക്രിമെൻ്റ് ചെയ്യുക. പോയിൻ്റർ പ്ലസ് പ്ലസ് ആണ് അത്രേ ഉള്ളൂ. മൂവ് ടു ദി നെക്സ്റ്റ് ലൊക്കേഷൻ അങ്ങനെ വെച്ചാൽ അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു പോയിൻ്റർ വേരിയബിളിനെ അതിലേക്കൊരു വാല്യൂ PTR ഈക്വൽ ടു PTR പ്ലസ് 1 കൊടുത്താൽ അതിൻ്റെ അർത്ഥം അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക. അതുപോലെ പോയിൻ്റർ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ പോയിൻ്റർ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ മൂവ് ടു ദി പ്രീവിയസ് ലൊക്കേഷൻ, തൊട്ട് ബാക്കിലുള്ള ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളിവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് മുന്നേയായിട്ട് നമുക്ക് നോക്കാം. റെഡി. നമ്മളിവിടെ അഡ്രസ് ഓഫ് സി പ്രിൻ്റ് ചെയ്യണം കേട്ടോ. അഡ്രസ് ഓഫ് സി എന്നുള്ളത് പി എന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 64,87,000 ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, റെഡി. 575 ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് അഡ്രസ്സിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, അഡ്രസ് ഓഫ് സി പ്ലസ് 1. ഓക്കെ, പ്ലസ് 1. അപ്പോൾ ഇവിടെ 75 എന്നുള്ളത് 76 ആയി. ഓക്കെ, ഇനി അതുപോലെ സി പ്ലസ് അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 76 77 ആയി. ഓക്കെ, നോർമലി ഒരു ക്യാരക്ടർ അതിന് 1 ബൈറ്റാണ് നോർമലി ആവശ്യമുള്ളത് കേട്ടോ. ഇനി നമ്മളത് ഇൻറ്റീജർ ആക്കാൻ പോകണം. ഓക്കെ, ഇൻറ്റ് സി ആക്കി. ഇനി ഇവിടെ സി ഈസ് ഈക്വൽ ടു വാല്യൂ എടുത്തു. ഇനി വാല്യൂ എടുത്തു. ഓക്കെ, ബാക്കിയൊക്കെ അതുപോലെ തന്നെ പി ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് സി. ഓക്കെ, അപ്പോൾ ഇനി സി എന്നുള്ളത് എന്താണ്, ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ ഇൻറ്റീജറിൻ്റെ കേസിൽ നമ്മൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് സീൻ്റെ അഡ്രസ്സ് എന്ത് 572 അല്ലേ. പിന്നെ എന്താണ് 576. അപ്പോൾ ഇവിടെ എത്ര ആഡായി, 4 ആഡായി. മനസ്സിലായോ? ഇവിടെ നമ്മൾ +2 ആണ് കൊടുത്തത്. +2 ആണ്. അവിടെ എന്ത് സംഭവിച്ചു, 4 4 8 ആഡായി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പോയിൻ്ററിൻ്റെ കേസിൽ നമ്മൾ അഡീഷൻ നടത്തിയാൽ ഡയറക്റ്റ് ആ പോയിൻ്റർ വാല്യൂവിന് ആഡ് ചെയ്താൽ അവിടെ അഡ്രസ്സ് എന്ത് ചെയ്യും, ഒരെണ്ണമല്ല വരിക, 4 വെച്ചിട്ടാണ് ആഡ് ചെയ്യുക. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കാം. ഇതാണ് അതിൻ്റെ കാരണം. ഓക്കെ, ഇപ്പോൾ നോർമലി നമ്മൾ ഒരു പോയിൻ്റ് ഡിക്ലെയർ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. 4 ബൈറ്റാണ് നമ്മൾ പറഞ്ഞല്ലേ ഇൻറ്റീജർ. അത് 4 ബൈറ്റ് 2 ബൈറ്റും വരും കേട്ടോ. അതുകൊണ്ടാണ് 64 ബിറ്റ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് 64 ബിറ്റ്
ആണ്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ഇൻറ്റീജർ 4 ബൈറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 4 ബൈറ്റ് ഉണ്ട് ഇവിടെ, 1 2 3 4 ബൈറ്റും നമ്മൾ ആദ്യത്തെ ഇപ്പോൾ എക്സിനാണെങ്കിൽ എക്സിന് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ P+1 എന്ന് പറഞ്ഞാൽ ശരിക്കും P എന്ന് പറയുന്നത് 4 ബൈറ്റിൻ്റെ ഒരൊറ്റ ക്രോഡീകരണമായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ P+1 എന്ന് പറഞ്ഞാൽ നേരെ തൊട്ട് അടുത്തേക്കിലേക്കല്ല ചാടുക, അടുത്ത ബ്ലോക്കിലേക്കാണ് ചാടുക, നെക്സ്റ്റ് ലൊക്കേഷനിലേക്കാണ് ചാടുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്തിട്ട് 4 വെച്ച് ആഡ് ചെയ്യുന്നത് ഇൻറ്റീജർ ആകുമ്പോൾ. ഓക്കെ, ഡബിൾ ആണെങ്കിൽ 8 വെച്ചിട്ട് ആഡ് ചെയ്യും, കാരണം ഒരെണ്ണത്തിന് 8 വരിക. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. നമ്മൾ പ്ലസ് അടിച്ചാൽ 4 വെച്ചിട്ടാണ് വെച്ചാൽ ഇൻറ്റീജറിൽ ആഡായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അതാണ് പോയിൻ്റർ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ പോകുന്നത്. ഓക്കെ, ഒരു അറേനെ നോർമൽ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. നമുക്കറിയാലോ, ഒരു അറേ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇവിടെ അതിൻ്റെ അകത്തേക്കുള്ള വാല്യൂസ് ഡയറക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, 10 20 30 3 ലൊക്കേഷനിൽ 3 വാല്യൂ. ഇനി നമ്മളിത് റൺ ചെയ്താൽ ഇങ്ങനെ വരും, 10 20 30 0 1 2 3 ലൊക്കേഷനിലെ വാല്യൂസ് പ്രിൻ്റ് ചെയ്താൽ എങ്ങനെ വരും, 10 20 30. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വാല്യൂ ആഡ് ചെയ്യാം, റീഡ് ചെയ്യാം. ഇനി നമ്മളിത് ഇതേ സംഭവം നമ്മൾ പോയിൻ്റർ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ അറേ എന്നുള്ള ഈ വേരിയബിൾ ഉണ്ടല്ലോ, അറേ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ശരിക്കും അറേൻ്റെ അകത്തുള്ളത് ആദ്യത്തെ അഡ്രസ്സാണ്, ആദ്യത്തെ ബ്ലോക്കിൻ്റെ അഡ്രസ്സാണ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ പോയിൻ്റർ ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ വാല്യൂ ഓഫ് അറേ ഓഫ് 0 നമുക്ക് കിട്ടണമെങ്കിൽ *ARR എന്ന് കൊടുത്താൽ മതി. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ARR എന്നുള്ളതിൻ്റെ അകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റത്തെ ബ്ലോക്ക്, അതായത് 10 20 30 എന്നുള്ളതിൻ്റെ അകത്ത് ഈ 10 എന്നുള്ള ലൊക്കേഷൻ ഉണ്ടല്ലോ, ആ ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് ആയിട്ടുള്ളത് ARRൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഇനി ARR +1 അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്, അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ARR +1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 വരിക. ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് 4 ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ റൺ ചെയ്ത് നോക്കിയാൽ അങ്ങനെ വരും. ഞാൻ ഫസ്റ്റ് ലൊക്കേഷൻ 568. ഓക്കെ, അപ്പം 568 69 70 71 4 ബൈറ്റുകൾ യൂസ് ചെയ്യുന്ന ആരാണ്, ഫസ്റ്റത്തെ ബ്ലോക്കാണ് അല്ലേ, ഇൻറ്റീജർ ആയതുകൊണ്ട് 4 ആണല്ലോ വരിക, ഒരെണ്ണത്തിന് വേണ്ടത്. അപ്പോൾ ഇവിടെ വരും, നമ്മൾ പ്രോഗ്രാം അനുസരിച്ച് വേരിയേഷൻ വരും ഇവിടെ. ഓക്കെ, 568, അപ്പം 568 69 70 71. അപ്പോൾ 4 ബ്ലോക്ക് അല്ലേ, 4 ബൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ അറേ ഓഫ് 0ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അറേ ഓഫ് 0ക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തു. ഇനി അടുത്ത 4 ആർക്ക് വേണ്ടിയിട്ടാണ്, അടുത്ത ആൾക്ക് വേണ്ടിയിട്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക. ഇപ്പോൾ ഇവിടെ ARR എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റത്തെ ബ്ലോക്കിൻ്റെ അഡ്രസ്സ് വന്നു, ARR അറേ ഓഫ് 0ൻ്റെ അഡ്രസ്സ് വന്നു. ARR +1 എന്ന് പറഞ്ഞാലോ അടുത്തതിൻ്റെ അഡ്രസ്സ് വന്നു അല്ലേ, അടുത്ത ബ്ലോക്കിൻ്റെ അഡ്രസ്സ് 4 കഴിഞ്ഞിട്ടില്ല, +2 എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ ഇൻറ്റീജർ അരിത്തമെറ്റിക് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ +1 കൊടുത്താൽ ഒരെണ്ണമല്ല ആഡ് ആവുന്നത്, എത്ര ആഡ് ആവും, 4 എണ്ണമാണ് ആഡ് ആവുന്നത് അല്ലേ. ഉള്ള കാരണം എന്താ വെച്ചാൽ ആ അഡ്രസ്സ് 4 എണ്ണമാണ്, ഒരു ഇൻറ്റീജർ ആയതുകൊണ്ട് നമ്മൾ ആൾറെഡി ഡിക്ലെയർ ചെയ്ത് ഇപ്പോൾ ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾക്ക് അറിയാം, കമ്പൈലറിന് അറിയാം എന്താണ് ഒരു ബ്ലോക്ക് ഹോൾഡ് ചെയ്യാനും ഒരു വാല്യൂ ഹോൾഡ് ചെയ്യാനും 4 ബൈറ്റ് വേണ്ടത്. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ARR +1 എന്നുള്ള അഡ്രസ്സ് ഇവിടെ അഡ്രസ്സാണ് കേട്ടോ, അഡ്രസ്സാണ് എന്ത് ചെയ്യുക, 4 അപ്പുറം പോകും. അപ്പോൾ ഈ അഡ്രസ്സ് ഉണ്ടല്ലോ, ഈ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നത്, സ്റ്റാർ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ അഡ്രസ്സ് ARR +1 എന്നുള്ള അഡ്രസ്സ് അല്ലേ. അപ്പോൾ അത്ര അവിടെ നമ്മൾ എത്ര കണ്ടത്, 60 ഒരു വാല്യൂ ഉണ്ടല്ലേ, ലൈക്ക് ദിസ്. ഓക്കെ, 64,87,572 അല്ലേ. ഇതിന് ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കാൻ നമ്മൾ ചെയ്യുന്നത്, ഇതിന് സ്റ്റാർ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം, ഇഫ് ഇറ്റ് വർക്ക്സ്. 64,87,572. ഓക്കെ, ഇല്ല, നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് പകരം ഇവിടെ മെമ്മറി അവർ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂന് എന്ത് ചെയ്യും, അഡ്രസ്സ് എന്ത് ചെയ്യും, പോയിൻ്റർ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വാല്യൂ സ്വീകരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യം കറക്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, സീക്വൻഷ്യൽ ആക്സസ് ആണുള്ളത്,
അത് ചെയ്ത് നോക്കാം കേട്ടോ. വാല്യൂ ഓഫ് അറേ ഓഫ് 0 ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. ഇതിൻ്റെ അഡ്രസ്സ് പറഞ്ഞാൽ ഈ അഡ്രസ്സ്. ഇനി അടുത്ത അഡ്രസ്സ് പറഞ്ഞാൽ ARR+1 അല്ല, ആ പോയിൻ്ററിന് ഒന്നും ആഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ലൊക്കേഷൻ കിട്ടും. അപ്പോൾ അതിന് സ്റ്റാർട്ട് കൊടുത്താൽ ഇപ്പോൾ ഈ നമ്പറിന് ഒരു സ്റ്റാർട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തുള്ള വാല്യൂ കിട്ടും. അപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുന്ന എപ്പോഴും എന്താണ്, ഇതിൻ്റെ അകത്തുള്ള വാല്യൂ കിട്ടാനാണ്. ഓക്കെ, റെഡി. അപ്പം റിസൾട്ട് ഒന്നുകൂടി നോക്കാം. ഓക്കെ, 3 വാല്യൂസ് നമ്മളിവിടെ എന്ത് ചെയ്തു, അറേൻ്റെ അകത്തുള്ള 3 വാല്യൂസ് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, പ്രിൻ്റ് എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് അടിച്ച് ചെയ്തു. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ARR അല്ലേ 10, ARR+1 അടുത്തത് ARR+1 +2 കൊടുത്തു. അപ്പോൾ അടുത്ത് കിട്ടി. ഇനി അതിൻ്റെ അഡ്രസ്സ് പറഞ്ഞാൽ ARR നേരെ പ്രിൻ്റ് ചെയ്താൽ അതിൻ്റെ അഡ്രസ്സ് വരും ARR+1 ARR+2. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ വാല്യൂസ് നമുക്ക് ഇനി ആവശ്യമില്ല. നമ്മൾ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ വാല്യൂസ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മൾ നേരെ പോയിൻറ്റേഴ്സ് സ്റ്റാർട്ടിട്ടായിരിക്കും എന്തുണ്ടാവും അടുത്ത എക്സാമ്പിൾ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞു പോവാം. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള വാല്യൂസ് നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പിക്ചർ, ആ റിസൾട്ടിൻ്റെ പിക്ചർ, ഈ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ കാണും. ഓക്കെ, അതായത് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, അതിന് ഇതിന് നമ്മൾ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, പോയിൻറ്റേഴ്സ് വെച്ചിട്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പോയിൻ്റർ ഡിക്ലെയർ ആണ് ഇൻറ്റ് *p. ഓക്കെ, അല്ലെങ്കിൽ PTR പോയിൻ്റർ, നമുക്ക് ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാം. ഇനി നമ്മൾ കൊടുക്കുകയാണ് PTR = അറേ. നമുക്കറിയാലോ ഈ അഡ്രസ്സാണ് ഇവിടെ ഉണ്ടാവുക, അത് അങ്ങോട്ട് കോപ്പി ചെയ്തു, ഇത്രേ ഉള്ളൂ. ഓക്കെ, അഡ്രസ്സ് ഓഫ് പിന്നെ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ, നോർമൽ ഈ ഇൻറ്റീജറിൻ്റെ രൂപത്തിലുള്ള പോലെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ലൊക്കേഷന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ നമ്മൾ ARR യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് യൂസ് ചെയ്യാം, PTR യൂസ് ചെയ്യാം. കാരണം നമ്മളിവിടെ PTRക്ക് കോപ്പി ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ ARR എന്നുള്ളിടത്തല്ല നമ്മൾ എന്ത് ചെയ്യുക, PTR. നോർമൽ PTR വെച്ചിട്ടാണ് യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ARRൻ്റെ എന്ത് ചെയ്യൂല, നോർമൽ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യൂല, കാരണം അത് സേഫ് അല്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ആക്സസിന് എളുപ്പത്തിന് PTR. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. ആ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ആരാണ്, ഒരു ഇൻറ്റീജർ അറേനാണ് അല്ലേ. അപ്പം ഇനി ആ അറേൻ്റെ വാല്യൂസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൽ മതി, *PTR യൂസ് ചെയ്താൽ മതി. ഓക്കെ, റെഡി, സെമിക്കോളൻ. ഓക്കെ, ഇവിടെ വന്നു. ഇനി 10, 20, 30 3 വാല്യൂസ് അവിടെ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് ഈ അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. കാരണം നമുക്ക് അഡ്രസ്സിൻ്റെ എപ്പോഴും എന്തില്ല ആവശ്യം നോർമലി വരുന്നില്ല കേട്ടോ എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ PTR+1 PTR+2 ഓക്കെ 10, 20, 30 ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ PTR+1 ഉപയോഗിക്കുന്നതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, PTRൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാം. *PTR++. എന്നിട്ട് എന്ത് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാം. PTR+1 ഇവിടെ കൊടുക്കുന്നതിൻ്റെ വരെ എന്ത് ചെയ്തു, അപ്പുറം കൊടുത്തു. ഓക്കെ, ഇവിടുന്ന് ഒഴിവാക്കി PTR. കുഴപ്പമില്ല, PTR ഇവിടെ ഉണ്ട്. PTR ഇന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. മൂവ് ടു നെക്സ്റ്റ് ലൊക്കേഷൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. ഇത് കമൻ്റാണ് // ഇട്ട് എഴുതിയത്. അത് പ്രോഗ്രാമിൻ്റെ ഭാഗമല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും *PTR പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, അടുത്തത് പ്രിൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ 0, 1, 2 3 ലൊക്കേഷൻ പ്രിൻറ്റ് ചെയ്തു. നമുക്ക് നോക്കാം വർക്കിംഗ് ആണെന്നുള്ളത്. ഓക്കെ, 10, 20, 30 കറക്റ്റാണ് അല്ലേ. 10, 20, 30 ഫസ്റ്റ് ലൊക്കേഷൻ കഴിഞ്ഞ ലൊക്കേഷൻ മുന്നോട്ട് മൂവ് ചെയ്തില്ലേ. അപ്പം നമ്മുടെ ആ ഇമേജിൽ കണ്ട പോലെ 64,00,000 ആ വാല്യൂ +4. അപ്പോൾ അടുത്ത വാല്യൂ 4 കൂടി. അപ്പോൾ അടുത്ത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും അല്ലേ. 10 എന്ന് പ്രിൻറ്റ് ചെയ്യും ആദ്യം, അതാണ് *PTR ഉണ്ടാവുക. അത് അറേൻ്റെ ആദ്യത്തെ ലൊക്കേഷൻ. PTR ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, അപ്പോൾ അടുത്തത് പ്രിൻറ്റ് ചെയ്യും, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്തത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അറേൻ്റെ സൈസ് ഒരുപാട് കൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വേണം, ലൂപ്പ് വേണ്ടല്ലേ. 0, 1, 2 എന്നൊക്കെ കൊടുക്കുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യാം, ഒറ്റ ലൂപ്പ് യൂസ് ചെയ്യാം അല്ലേ. for
I equal to 0, I less than size 3. Okay, I plus plus for loop ഇട്ടു. ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്ന് നമ്മൾ സെപ്പറേറ്റ് പറയുന്നതിൻ്റെ പകരം എന്ത് ചെയ്യും, എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് അറ്റ് എ ടൈം വർക്ക് ചെയ്യും. നോക്കാം. ഇൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോഴും നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് വർക്ക് ചെയ്തത് അല്ലേ. 10, 20, 30. അപ്പോൾ പോയിൻ്റർ കൊടുത്തു അല്ല. എന്താ സംഭവിച്ചത്? നേരത്തെ ഉള്ള പോലെ തന്നെ എറേ ഓഫ് 0 പ്രിൻറ്റ് ചെയ്തു, പിന്നെ 1 പ്രിൻറ്റ് ചെയ്തു, 2 പ്രിൻറ്റ് ചെയ്തു. നമുക്ക് ഈ ഇൻഡെക്സിങ് നമുക്ക് ഒഴിവാക്കാം. വാല്യൂ ഈസ് അല്ലേ, ഓരോ എലമെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്യാം. വാല്യൂ ഈസ് 10, 20, 30. 3 വാല്യൂസ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇനി ഇവിടെ എത്ര സൈസ് ഉണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പോയിൻ്റർ യൂസ് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടും. ഓക്കെ, 1000 നമ്പേഴ്സ് ഉണ്ടെങ്കിലും എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നോർമൽ രീതിയിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടും അല്ലാതെ പോയിൻ്റർ വെച്ച് പ്രിൻറ്റ് ചെയ്തിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്പീഡ് കൂടുതൽ എന്തെങ്കിലും കിട്ടും, പോയിൻ്റർ വെച്ച് കിട്ടും. കാരണം ഡയറക്റ്റ് മെമ്മറി ലൊക്കേഷൻ എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് വീണ്ടും മെമ്മറി ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇവിടെ 40, 50 കുറച്ച് നമ്പേഴ്സ് കൂടുതൽ എക്സ്ട്രാ കൊടുത്ത് നോക്കാം. ഓക്കെ, സൈസ് മാറ്റിയിട്ടില്ല. 1, 2, 3, 4, 5 സൈസ്. ഓക്കെ, കൊടുത്തത് 5 പ്രിൻറ്റ് ചെയ്തു. റെഡി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ചിലതിൽ നമുക്ക് പ്രോഗ്രാമിൽ ഇവിടെ തന്നെ വേണമെങ്കിൽ കാണാൻ പറ്റും. ++ PTR എന്ന് കൊടുക്കാം. എന്നിട്ട് താഴെയുള്ള എന്ത് ചെയ്യാം, മൂവ് ചെയ്യാനുള്ളത് ഒഴിവാക്കാം. ഓക്കെ, അപ്പോഴും ഡിസൈർഡ് റിസൾട്ട് സെയിം ആണ്. ഒരെണ്ണം എക്സ്ട്രാ അവിടെ വന്നിട്ടുണ്ട്, നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, റെഡി. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അറേ പോയിൻറ്റേഴ്സ് വെച്ചിട്ട് അറേ ആക്സസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ മൈൻഡിൽ ഓർമ്മ വേണം ഇതിൻ്റെ പിക്ചർ ഇങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, PTRന് +1 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത ലൊക്കേഷൻ, വീണ്ടും പ്ലസ് ചെയ്യുമ്പോൾ അടുത്ത ലൊക്കേഷൻ. ഓക്കെ, ഇനി ഈ ലൊക്കേഷൻ ബാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുക, PTR -- കൊടുത്താൽ മതി. അല്ലെങ്കിൽ PTR = PTR- എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അത് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇൻഡ് $PTR പോയിൻ്റർ അറേ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, PTR = അറേ എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ $PTR എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. $PTR +1 എന്ന് പറഞ്ഞാൽ അടുത്ത ലൊക്കേഷന്, $PTR +2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത ലൊക്കേഷൻ. ഓക്കെ, PTRൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് മൂവ് ചെയ്തിട്ട് വേണ്ട വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അതുപോലെ റിട്രീവ് ചെയ്യാം. പോയിൻ്റർ ഓഫ് അറേസിൽ 1-2 എക്സാമ്പിൾസ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ നോർമൽ അറേയിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് എല്ലാം ഇതിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അഡിഷൻ, സം ഓഫ് നമ്പേഴ്സ്, ആവറേജ്, ഗ്രേറ്റസ്റ്റ് വാല്യൂ, അങ്ങനെയുള്ള എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസും എക്സാമിന് വേണമെങ്കിൽ ഇത് ഈ രൂപത്തിൽ ചോദിക്കാം. യൂസിങ് അറേസ്, യൂസിങ് പോയിൻറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം അറേസിനെ ആക്സസ് ചെയ്യാൻ. ഓക്കെ, അറേസ് യൂസിങ് പോയിൻറ്റേഴ്സ് എന്ന് ചോദിക്കാൻ നമുക്കിത് ഉപയോഗിക്കാം. അറേസ് യൂസിങ് പോയിൻറ്റേഴ്സ്. ഓക്കെ, സം ഓഫ് നമ്പേഴ്സ് കാണാനോ മറ്റുള്ളത്. അപ്പോൾ നമ്മൾ അറേസിൻ്റെ ചാപ്റ്ററിൽ വന്നത് ഇത് കമ്പൈൻ ചെയ്ത് ഒരു രക്ഷ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കേസിലാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അറേനെ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുക, ആവശ്യമുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് പോയിൻ്റർ = അറേ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് അറേ ഇവിടെ കിട്ടി, PTRൽ കിട്ടി. ഇനി എത്ര എലമെൻറ്റ്സ് വേണമെന്ന് ചോദിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അത് എന്നിലേക്ക് റീഡ് ചെയ്യുക. ഓക്കെ, സ്കാൻ ഓഫ് വെച്ചിട്ട് അതിനുശേഷം വാല്യൂസ് എൻറ്റർ ചെയ്യാൻ പറയാം. ഫോർ ലൂപ്പ് കൊടുക്കുക. ഫോർ ലൂപ്പിൻ്റെ അകത്ത് I0 മുതൽ സൈസ് വരെ I = I+1 ഓരോ സ്റ്റെപ്പിൽ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇനി അവിടെ സ്കാൻ ഓഫ് കൊടുക്കുക. സ്കാൻ ഓഫിൽ എന്ത് യൂസ് ചെയ്യുക, PTR യൂസ് ചെയ്യുക. ഓക്കെ, PTR യൂസ് ചെയ്തതിൽ ആദ്യം വരെ അഡ്രസ്സ് ആരുടെയാണ്, ഫസ്റ്റിൻ്റെ അഡ്രസ്സാണ് വരിക അല്ലേ. പിന്നെ ഒരെണ്ണം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ PTR = PTR +1 ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത ലൊക്കേഷൻ വരും അല്ലേ.
അങ്ങനെ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം വീണ്ടും ptr array എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ലൂപ്പിൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് എഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റാർ ptr ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സ്കാൻ എഫ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്രസ് ഓഫ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ആൾറെഡി ഇതിൻ്റെ അകത്ത് നിന്ന് കിടക്കുന്ന അഡ്രസ്സാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അഡ്രസ്സ് എന്ന് കൊടുക്കാതെ പ്രിൻ്റ് ചെയ്യുമ്പോൾ സ്റ്റാർ ptr എന്ന് കൊടുക്കണം. ഓക്കെ, അതായത് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്രസ് ഓഫ് എക്സ് കൊടുക്കാറൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അഡ്രസ് ഓഫ് കൊടുക്കണം, കാരണം ആൾറെഡി അതിൻ്റെ അകത്ത് ptrൻ്റെ അകത്ത് എന്താ ഉള്ളത്, അഡ്രസ്സാണുള്ളത്. പ്രിൻ്റ് ചെയ്യുമ്പോൾ സ്റ്റാർ ഓഫ് അഡ്രസ് എന്ന് കൊടുക്കാം കേട്ടോ. റൺ ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 5 1 2 3 4 5 നമ്പേഴ്സ് കൊടുത്തു. ആ നമ്പേഴ്സ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, എൻ്റെ നമ്പേഴ്സ് 1 2 3 4 5 ആദ്യത്തെ ലൂപ്പ് വർക്ക് ചെയ്തു. രണ്ടാമത്തെ ലൂപ്പിൻ്റെ അകത്ത് എന്ത് ചെയ്തു, വാല്യൂസ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇനി നമുക്കിവിടെ സമ്മ് കാണണമെങ്കിൽ ആവറേജ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതനുസരിച്ച് നമ്മൾ വേരിയബിൾസും കാര്യങ്ങളും ആഡ് ചെയ്യാം. ഓക്കെ, സം ആണെങ്കിൽ സം ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കൊടുക്കാം, സം ഈക്വൽ ടു സം പ്ലസ് സ്റ്റാർ ptr. ഓക്കെ, വാല്യൂസ് ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം, പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, സമ്മിയാണത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഫൈനലി പ്രിൻ്റ് ഓഫ് sum is equal to %d comma sum. Okay, enter number of elements 1, enter value, sum is 1. Okay, so you can try this out. Ready? ഇനി ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അത് നമ്മൾ മുന്നേ അറേൻ്റെ കേസിൽ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യുക, മാറ്റം എത്രയേ വരുള്ളൂ. ഓക്കെ, അറേ എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അറേ ഓഫ് 0 എന്നൊക്കെ യൂസ് ചെയ്യുന്നതിന് നേരം എന്ത് ചെയ്യുക, നമ്മളിവിടെ സ്റ്റാർ ptr യൂസ് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ ഡബിൾ പോയിൻറ്റേഴ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഓക്കെ, ഡബിൾ പോയിൻ്റർ എന്ന് പറഞ്ഞൊന്നുമില്ല, ഒരു പോയിൻ്ററിൻ്റെ കൂടെ വീണ്ടും ഒരു പോയിൻ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പം അത് സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. സിമ്പിൾ പോയിൻ്റർ. ഓക്കെ, നമ്മൾ ഇൻറ്റ് എക്സ് പി ഡിക്ലെയർ ചെയ്തു, എക്സ് പിന്നെ പോയിൻ്റർ പി, എന്നിട്ട് പീൻ്റെ അകത്തേക്ക് എക്സിൻ്റെ അഡ്രസ്സ് എടുത്തു വെച്ചു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഒരു വാല്യൂ ചോദിക്കുകയാണ്, എൻ്റർ എ വാല്യൂ എന്ന് പറയും യൂസറോട്. യൂസർ ഒരു വാല്യൂ എൻ്റർ ചെയ്യും. ഓക്കെ, സ്കാൻ ഓഫ് വെച്ചിട്ട് നമ്മളത് റീഡ് ചെയ്യും. %d, പി നമ്മുടെ കൊടുത്തത് അല്ലേ, ഇത് എന്തിന് തുല്യമാണ്, അഡ്രസ് ഓഫ് എക്സിന് തുല്യമാണ് അല്ലേ. അഡ്രസ് ഓഫ് എക്സും പിയും സെയിം ആണല്ലോ വാല്യൂ, അതുകൊണ്ട് നമ്മളിവിടെ പി എന്ന് കൊടുത്തു. അപ്പം പീൻ്റെ അകത്തേക്ക് റീഡ് ചെയ്യും. ഇനി നമ്മൾ വാല്യൂ പ്രിൻ്റ് ചെയ്ത് കാണിക്കുക, വാല്യൂ ഓഫ് എക്സ് ഈസ് പറഞ്ഞിട്ട് സ്റ്റാർ പി അല്ലേ. ഇതിനെന്ത് തുല്യമാണ്, ഇത് എക്സിന് തുല്യമാണ്. ഓക്കെ, സ്റ്റാർ പി നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, എൻ്റർ എ വാല്യൂ 45, വാല്യൂ ഓഫ് എക്സ് ഈസ് 45. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ എക്സിലേക്ക് റീഡ് ചെയ്തു, എക്സിൽ നിന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഡബിൾ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർ സ്റ്റാർ ക്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് പോയിൻ്റർ ഓഫ് പോയിൻ്ററാണ് ക്യൂ എന്ന് പറയുന്നത്. അതാവണമെങ്കിൽ ക്യൂ ഈക്വൽ ടു അഡ്രസ് ഓഫ് പി. അപ്പോൾ ക്യൂ എന്തായി, പോയിൻ്റർ ഓഫ് പോയിൻ്ററായി. ഓക്കെ, ഡബിൾ പോയിൻ്ററായി. റെഡി. പി നമുക്കറിയാം, സ്റ്റാർ പി നമുക്കറിയാം, എക്സിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ്. ഇനി ഇവിടെയുള്ള പോയിൻ്ററിൻ്റെ അഡ്രസ്സ് നമ്മൾ വേറെ പോയിൻ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ പിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവും അല്ലേ, ഈ പീൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, ക്യൂവിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുക. റെഡി. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഈ ക്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിൻ്റെ അകത്തുള്ള വാല്യൂസ് പ്രിൻ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ പീൻ്റെ അഡ്രസ്സും പ്രിൻ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കറിയാം പ്രിൻ്റ് ഓഫ് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ വാല്യൂ ഓഫ്
x is percentage d comma star q കൊടുക്കുക സ്റ്റാർ q കൊടുക്കുക. 2 സ്റ്റാർ കൊടുത്താൽ എന്തായി ഈ സ്റ്റാർ പോയിന്റിൽ നിന്ന് എന്താ പി ആദ്യം ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ പി 2 സ്റ്റാർ എന്തായി എക്സിലേക്ക് എത്തി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് അവിടെ പ്രിൻറ്റ് ചെയ്ത് തരേണ്ടത്. അപ്പോൾ എൻ്റർ വാല്യൂ 45. ഓക്കെ, വാല്യൂ ഓഫ് എക്സ് ഈസ് 45. അഗെയിൻ വാല്യൂ ഓഫ് എക്സ് ഈസ് 45. അതെന്താ വരുന്നത് സ്റ്റാർ ക്യൂ ആണ് വരുന്നത്. അത് അത്രേ ഉള്ളൂ. ഡബിൾ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ, 2 പ്രാവശ്യം പോയിൻ്റ് ചെയ്യും. ഇനി നമുക്ക് വേണമെങ്കിൽ അഡ്രസ്സൊക്കെ പ്രിൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വാല്യൂ ഓഫ് സ്റ്റാർ ക്യൂ ഈസ് ഓക്കെ, സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക പീൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. റെഡി. ഓക്കെ, എക്സിൻ്റെ അഡ്രസ്സാണ് ഉണ്ടാവുക. ഓക്കെ, 45 എടുത്തു. ഓക്കെ, വാല്യൂ ഓഫ് സ്റ്റാർ ക്യൂ ഈസ് 64 87 572. ഓക്കെ, സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ് പീൻ്റെ അകത്തുള്ള വാല്യൂ ആണ് അല്ലേ. പീൻ്റെ അകത്തുള്ള വാല്യൂ എന്താണ് എക്സിൻ്റെ അഡ്രസ്സാണ് ഉണ്ടാവുക. ഓക്കെ, റെഡി. അതായത് ഇവിടെ നമ്മൾ ചെയ്തെന്താ വെച്ചാൽ ഒരാളും കൂടി ആഡ് ചെയ്തു അല്ലേ. ആളുടെ പേരാണ് സ്റ്റാർ ക്യൂ. ഓക്കെ, സ്റ്റാർ ക്യൂ എന്ന് പേരുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്തു ആഡ് ചെയ്തു. സ്റ്റാർ ക്യൂ. ഓക്കെ, ഇനി ഈ സ്റ്റാർ ക്യൂ എന്ന് പറയുന്നത് എന്താണ് വേറൊരു ലൊക്കേഷൻ അല്ലേ. അതിൻ്റെ അകത്ത് നമ്മൾ ആളുടെ അഡ്രസ്സ് ചെയ്യണം, വേറെ ആളുടെ അഡ്രസ്സാണ് ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം ദിസ് ഈസ് എക്സ്. ഓക്കെ, എക്സ് ഇവിടെയാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. ഓക്കെ, എക്സിൻ്റെ അകത്തുള്ള വാല്യൂ ഉണ്ട് 20 ഉണ്ട്. ഓക്കെ, 20 ഉണ്ട്. എക്സിൻ്റെ അകത്ത് 20 എന്ന് വാല്യൂ ഉണ്ട്. ഓക്കെ, പിന്നെ പി എന്നുള്ള ലൊക്കേഷൻ ഉണ്ട് പി അല്ലേ. പീൻ്റെ അകത്ത് എന്തുള്ളത് ഇതിൻ്റെ അകത്തുള്ള അഡ്രസ്സ് 1000 ആണ് വിചാരിക്കുക, അല്ലെങ്കിൽ 100 ആണ് വിചാരിക്കുക. അപ്പോൾ ഈ എക്സിൻ്റെ ഈ അഡ്രസ്സ് ഉണ്ടല്ലോ, എക്സിൻ്റെ അഡ്രസ്സ് 1000 ആണെങ്കിൽ ആ 1000 എന്നുള്ള അഡ്രസ്സ് എവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ലേ. 1000 എന്നുള്ള അഡ്രസ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, എവിടെ ഉണ്ട് പീൻ്റെ അകത്തുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് ക്യൂ ആണ് അല്ലേ. ഓക്കെ, ക്യൂ നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് കാണിക്കാം. ക്യൂ. ഓക്കെ, ക്യൂ എന്നുള്ള ലൊക്കേഷൻ. ഈ ക്യൂവിൻ്റെ അകത്ത് നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നത് പീൻ്റെ അഡ്രസ്സ്. പക്ഷേ പീൻ്റെ അഡ്രസ്സ് 2000 ആണ് വിചാരിക്കണം. അപ്പോൾ ആ 2000 എന്നുള്ള അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യും ക്യൂവിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർ ക്യൂ എന്ന് പറയുന്നത് സംഭവിക്കാം ഈ 2000-ൻ്റെ അകത്തുള്ള വാല്യൂ, അതായത് ഈ 1000 എന്നുള്ള വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ 1000 എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാലോ സ്റ്റാർ ക്യൂ അല്ലേ. അപ്പം എന്താ സംഭവിക്കുക ഇതിൻ്റെ അകത്തുള്ള വാല്യൂവിൻ്റെ 1000, അതിൻ്റെ അകത്തുള്ള വാല്യൂ ആരാണ് 20 അല്ലേ. 2 ലെയർ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 20 ആണ് പ്രിൻറ്റ് ചെയ്യുക, എക്സിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇൻ്റർ കണക്റ്റഡ് ആണ്. ഡബിൾ നമ്മൾ പോയിൻ്റർ ഓഫ് പോയിൻറ്റേഴ്സ് അതിന് വിളിക്കുക. ഓക്കെ, ഒരു പോയിൻ്റർ അതിൻ്റെ പോയിൻ്റർ. ഓക്കെ, അങ്ങനെ റിക്കേഴ്സീവ് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഡബിൾ ഡയമെൻഷൻ 2 ഡയമെൻഷണൽ അറേസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി ഇങ്ങനെ ഒരു ആവശ്യം നമുക്ക് വരാറുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ അകത്തുള്ളതിൻ്റെ അകത്ത് എന്നുള്ള രൂപം വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി പറയാം. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അങ്ങനെ സെയിം ഇൻറ്റ് എക്സ് ഈക്വൽ ടു 20. ഓക്കെ, അതിനുശേഷം ഇൻറ്റ് സ്റ്റാർ പി അല്ലേ, പി ഈക്വൽ ടു അഡ്രസ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ഒക്കെ ഓക്കെയാണ്. എക്സ് ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ 20, പി ഡിക്ലെയർ ചെയ്തു, അത് പോയിൻ്ററാണ്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു പി ഈക്വൽ ടു അഡ്രസ് ഓഫ് എക്സ്. അപ്പോൾ ഈ അഡ്രസ്സ് ഇതിൻ്റെ അകത്ത് കയറി 1000. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇൻറ്റ് ആരാണ് സ്റ്റാർ ക്യൂ ആണ് അല്ലേ, പോയിൻ്റർ ഓഫ് പോയിൻ്റർ. എന്നിട്ട് ആ ക്യൂ ഈക്വൽ ടു എന്ത് കൊടുത്തു അഡ്രസ് ഓഫ് പി എന്ന് കൊടുത്തു.
അപ്പം ഈ ക്യൂവിൻ്റെ അകത്ത് ആരുടെ അഡ്രസ്സ് അറിയാം, ഈ പീൻ്റെ അഡ്രസ്സ് ക്യൂവിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് എഫ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ സ്റ്റാർ ക്യൂ എന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് എഫ് %d അല്ല കോമ സ്റ്റാർ സ്റ്റാർ ക്യൂ പ്രിൻ്റ് ചെയ്ത് ആരെ പ്രിൻ്റ് ചെയ്യും, 20 പ്രിൻ്റ് ചെയ്യും അല്ലേ. ഇനി അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ പി എന്ന് പ്രിൻ്റ് ചെയ്ത് ആരെ പ്രിൻ്റ് ചെയ്യും, 20 പ്രിൻ്റ് ചെയ്യും. ഇതിൻ്റെ അകത്തുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യും. ക്ലിയർ? ഇത് രണ്ടാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാം. ഓക്കെ, അത്രയാണ് അതിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചത്. പോയിൻ്റർ ഡബിൾ പോയിൻ്റർ ഓഫ് പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു, ക്യൂ ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് പി എന്നിട്ട് അവിടെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, 45 എന്നുള്ള വാല്യൂ കൊടുത്തു. അതോടെ നമ്മൾ 3 രൂപത്തിൽ 45 ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്തു, പോയിൻ്റർ വെച്ച് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, സ്റ്റാർ ക്യൂ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള വാല്യൂ കിട്ടും. അതാണ് പോയിൻ്റർ ഓഫ് പോയിൻ്റർ. ഓക്കെ, ഇതിൽ പോയിൻ്റർ ഓഫ് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തിയറി പാർട്ട് ഇങ്ങനെയാണ് വരിക. Pointer to pointer is a form of multiple indirection or a chain of pointers. Normally a pointer contains the address of a variable. When we define a pointer to a pointer, the first pointer contains the address of a second pointer in which points to location that contains the actual value. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു പോയിൻ്റർ അഡ്രസ്സ് അടുത്തിലേക്ക് പോയിൻ്റ് ചെയ്യും, അത് അടുത്ത വേരിയബിളിലേക്ക് പോയിൻ്റ് ചെയ്യും, അതിൻ്റെ അകത്താണ് വാല്യൂ ഉണ്ടാവുക. ഇങ്ങനെ ഡിക്ലറേഷൻ സിൻടാക്സ് സ്റ്റാർ സ്റ്റാർ വേരിയബിൾ നെയിം ടൈപ്പ് സ്റ്റാർ സ്റ്റാർ വേരിയബിളിൻ്റെ പേര്. ഓക്കെ, നിങ്ങൾ നോട്ട്സ് എടുത്തിട്ട് അതിലൂടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കട്ടോ, നോട്ട് ചെയ്യാം. ഓക്കെ, വേരിയബിൾ സ്റ്റാർ പോയിൻ്റർ സ്റ്റാർ സ്റ്റാർ പോയിൻ്റർ ഓഫ് പോയിൻ്റർ PPTR. ഓക്കെ, വേരിയബിൾ നമ്മൾ വാല്യൂ 3000 കൊടുത്തു. ഓക്കെ, PTR ഈക്വൽ ടു അഡ്രസ് ഓഫ് വേരിയബിൾ, PTR ഈക്വൽ ടു അഡ്രസ് ഓഫ് വേരിയബിൾ. PPTR പോയി PTR എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ ആ സാധനം ഈക്വൽ ടു അഡ്രസ് ഓഫ് PTR, ഇതിൻ്റെ അഡ്രസ്സ് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ടുകൾ കിട്ടും. ഓക്കെ, സ്റ്റാർ സ്റ്റാർ എന്നുള്ളത് യൂസ് ചെയ്യാം, അത്രയോടെ ഡിഫറൻസ് ഉള്ളൂ. 2 പോയിൻ്റ് ഉള്ള അതിലുള്ളത്, ഒന്ന് PPTR ഈക്വൽ ടു അഡ്രസ് ഓഫ് PTR, രണ്ടാമത്തെ പോയിൻ്ററിന് ആദ്യത്തെ പോയിൻ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, പിന്നെ പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, 2 സ്റ്റാർ ഉപയോഗിക്കുക. ഈ 2 കാര്യം മാത്രമേ അവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, റെഡി. പോയിൻറ്റേഴ്സിനെ എങ്ങനെയാണ് ഫങ്ഷൻസിലൂടെ പാസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു സിമ്പിൾ ഫങ്ഷൻ എടുക്കുക, എക്സാമ്പിൾ. ഓക്കെ, ഈ ഫങ്ഷൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് വോയിഡാണ്, ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്യുക, നോർമലി നമ്മൾ പാസ് ചെയ്യുക ഇങ്ങനെയാണല്ലോ അല്ലേ, ഇൻറ്റ് ടി എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് എനി വാല്യൂ. ഇവിടെ നമ്മൾ ഒരു സ്റ്റാർ കൊടുക്കുക, കാരണം നമ്മളിവിടെ പാസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു പോയിൻ്ററാണ്. ഓക്കെ, പോയിൻ്റർ പാസ് ചെയ്യാണ്, അതിവിടെ സ്വീകരിക്കും, എന്നിട്ട് നമുക്ക് വേണ്ട കാര്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ സ്റ്റാർ ടി എന്ന് കിട്ടിയതുണ്ടല്ലോ, ഈ സ്റ്റാർ ടീനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ക്വയർ ഈസ് %t, സ്ക്വയർ കാണാണ്. സ്റ്റാർ ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പാസ് ചെയ്ത് കിട്ടിയ വാല്യൂ, ആ വാല്യൂ ഇൻറ്റു അതേ വാല്യൂ. അപ്പം അതിൻ്റെ റിസൾട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇനി പോയിൻ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വാല്യൂ പാസ് ചെയ്യാൻ പറ്റില്ല, അതായത് എക്സ് പാസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിന് പറയാൻ നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ്സാണ് പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ കോളിങ്ങിൽ പിന്നെ ഈ എക്സ് എന്നുള്ളതിനെ ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാർ നോർമൽ മോഡിലാണെങ്കിൽ നമ്മളിവിടെ സ്റ്റാർ ഉപയോഗിക്കാതെ വെറുതെ ടി യൂസ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ ഒരു ഫംഗ്ഷന് കോൾ ചെയ്താൽ ഇവിടേക്ക് വേണ്ടി വീണ്ടും വേറൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യും, അവിടേക്ക് ഈ എക്സ് പാസ് ചെയ്യുന്ന വാല്യൂ കോപ്പിയാണ് ചെയ്യുക അല്ലേ. അപ്പം ഇവിടെ അങ്ങനെയല്ല, നമ്മൾ പോയിൻറ്റേഴ്സായിട്ട് പാസ് ചെയ്യണമെങ്കിൽ അഡ്രസ്സാണ് പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പാസ് ചെയ്യുന്ന അഡ്രസ്സാണ്, അവിടെ അഡ്രസ് ഓഫ് എക്സ് പാസ് ചെയ്യാം.
ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനിലോട്ട് പോകും. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ളതെല്ലാം റൺ ചെയ്യും. അപ്പോൾ ഇവിടെ റൺ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ഇവിടെ പാസ് ചെയ്ത അഡ്രസ് ഓഫ് എക്സ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു നമ്പറായിരിക്കും, ആ ലൊക്കേഷൻ്റെ നമ്പറായിരിക്കും. അപ്പോൾ ആ നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യും, പിന്നെ ഇവിടെ സ്വീകരിക്കും. എന്നിട്ട് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ പുതിയൊരു മെമ്മറി എന്ത് ചെയ്യണം, അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, നമ്മൾ റൺ ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, സ്ക്വയർ ഈസ് 400. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ സം. ഓക്കെ, രണ്ട് നമ്പേഴ്സിൻ്റെ സം ഇൻറ്റ് രണ്ടെണ്ണം കൊടുക്കുക, ഇൻറ്റ് ടി ഡബ്ല്യു. ഓക്കെ, രണ്ട് വേരിയബിൾ എടുത്ത്. അപ്പോൾ നമ്മളിവിടുന്ന് പാസ് ചെയ്യണം സം എക്സ് കോമ വൈ. ഓക്കെ, സ്റ്റാർ പി അവിടെ യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 20 കോമ വൈ ഈക്വൽ ടു 30. റെഡി. നമ്മൾ രണ്ടെണ്ണം ഇവിടെ സ്വീകരിക്കുന്നത്, രണ്ടെണ്ണം പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടിയും ഡബ്ല്യു. അതിലേക്ക് ആദ്യത്തേത് എക്സും രണ്ടാമത്തേത് വൈൻ്റെ അഡ്രസ്സും. രണ്ട് അഡ്രസ്സ് ഇവിടെ പാസ് ചെയ്ത് രണ്ട് അഡ്രസ്സ് ഇവിടെ സ്വീകരിക്കും. ഇനി നമുക്കിവിടെ ഡയറക്റ്റ് സം പ്രിൻറ്റ് ചെയ്യാം. പ്രിൻ്റ് ഓഫ് സം ഈസ്. ഇവിടെ ശ്രദ്ധിക്കാൻ നമ്മൾ റിട്ടേണിങ് ഒന്നുമില്ല. ഓക്കെ, തിരിച്ചൊന്നും കൊടുക്കുന്നില്ല, വോയിഡാണ്. ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് വന്നതിന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമ്മൾ എന്താണോ പറഞ്ഞത് അത് ചെയ്യാം. ഓക്കെ, പെർസെൻറ്റേജ് ഡി കോമ സ്റ്റാർ ടിയും സ്റ്റാർ ഡബ്ല്യു നമുക്ക് ആഡ് ചെയ്യണത്. അപ്പം സ്റ്റാർ ടി പ്ലസ് സ്റ്റാർ ഡബ്ല്യു. ഓക്കെ, സ്റ്റാർ യൂസ് ചെയ്യാനുള്ള കാരണം പോയിൻ്ററാണ് എന്നുള്ളതാണ്. ഇവിടെയുള്ള അഡ്രസ്സിലുള്ള പോയിൻ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, റൺ ചെയ്താൽ സെമിക്കോളൻ റൺ ചെയ്താൽ സം ഈസ് 50. ഓക്കെ, സം 50 അപ്പോൾ നമ്മൾ പാസ് ചെയ്ത രണ്ട് വാല്യൂസ് എന്ത് ചെയ്തു, ഇവിടെ സ്വീകരിച്ചു, അത് ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ് എന്നുള്ള പേരിലും പറയാറുണ്ട്. ഫംഗ്ഷനെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ യൂസ് ചെയ്ത കോൾ ബൈ റെഫറൻസ് എന്നുള്ള മെത്തേഡാണ്. ഓക്കെ, കാരണം ഇവിടെ റെഫറൻസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പുതിയ മെമ്മറി ക്രിയേറ്റ് ചെയ്ത പഴയ മെമ്മറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സം ഈക്വൽ ടു 50. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ എക്സാമ്പിൾ. ഓക്കെ, പോയിൻറ്റേഴ്സിന് ഫംഗ്ഷനിൽ അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്ന് തോന്നുന്നത്. ഓക്കെ, അഡ്രസ്സ് പാസ് ചെയ്യും, അഡ്രസ്സോടെ സ്വീകരിക്കും. ആ സിൻടാക്സ് ഓർത്ത് വെച്ചാൽ മതി. അഡ്രസ് ഓഫ് എക്സ്, അഡ്രസ് ഓഫ് വൈ. കോൾ ചെയ്യുന്നിടത്ത് ഇങ്ങനെയാണ് പാസ് ചെയ്യുക, അഡ്രസ് ഓഫ് എക്സ് എന്നാണ് ചെയ്യുക. ഫോർമൽ പാരാമീറ്റേഴ്സിൻ്റെ അവിടെ, അതായത് ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നിടത്ത് ഹെഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുക സ്റ്റാർ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, 2 പോയിൻറ്റ് യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ ഇതിനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റാർ ടി സ്റ്റാർ ഡബ്ല്യു. ഇവിടെ എന്താണ് നമ്മൾ പേര് കൊടുത്തത്, ആ സ്റ്റാർ എന്നുള്ള പേര് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, അതിലുള്ളത് പാസിങ് പോയിൻറ്റേഴ്സ് ടു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വേരിയബിൾ അൺസൈൻഡ് ലോങ് ഇൻ്റ് ആണ്. ഓക്കെ, ലോങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിൻ്റെ വലുതാണ് ലോങ് കേട്ടോ. അൺസൈൻഡ് ആണ്, അപ്പോൾ അതിൽ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതിനൂടെ പാസ് ചെയ്യാണ്. പാസ് ചെയ്തിട്ട് കിട്ടുന്നിടത്ത് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചതിന് ഫംഗ്ഷനിൽ. ഓക്കെ, ഇവിടെ സ്റ്റാർ പി എ ആർ എന്നുള്ളതിൽ അതിൻ്റെ വാല്യൂ കിട്ടും. അതോടെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാണ്. ഓക്കെ, ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ എക്സാമ്പിൾസ്. നമുക്ക് പല രീതിയിലും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇവിടെ ആവറേജ് കാണാനുള്ള അറേൻ്റെ നമ്മൾ ചെയ്യാണ്. ഓക്കെ, അറേനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പോയിൻ്ററായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ AVG എന്നുള്ളത്. ഓക്കെ, ബാലൻസ് ഉള്ള ഇവിടെ അറേനെ നമ്മൾ എന്ത് ചെയ്തു, പാസ് ചെയ്തു ബാലൻസ്. ഓക്കെ, ഇവിടെ അഡ്രസ് ഓഫ് കൊടുക്കണം, കാരണം ഓൾറെഡി ഇതൊരു അറേയാണല്ലോ. അതിൻ്റെ ഫസ്റ്റ് അഡ്രസ്സ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് അഡ്രസ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ബാലൻസ് ഉള്ള ആ ഒരു വേരിയബിൾ പാസ് ചെയ്തു. അത് ആരെ പാസ് ചെയ്യണം. അപ്പോൾ ആരെ ഇവിടെ സ്വീകരിച്ചു, സ്റ്റാർ ARR പോയിൻ്റ് അതുകൊണ്ട് ഒരു ARR എന്നുള്ള രൂപത്തിൽ ഇവിടെ അതിനെ സ്വീകരിച്ചു. സ്വീകരിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് വേണ്ട സമ്മ് കണ്ടു.
ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദെൻ സൈസ് ഐ പ്ലസ് പ്ലസ്. സൈസ് നമ്മളിവിടെ കൂടെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സൈസ് 5 ആണ്. സം ഈക്വൽ ടു സം പ്ലസ് അറേ ഓഫ് ഐ, അതാണ് ഇതിൻ്റെ അർത്ഥം. സം പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സം ഈക്വൽ ടു സം പ്ലസ് അറേ ഓഫ് ഐ എന്നാണ് ഇതിൻ്റെ അർത്ഥം, ഈ ലൈൻ. ഓക്കെ, അപ്പോൾ ഓരോ ലൈനിൽ പോയിട്ട് അതെല്ലാം ഓരോ പിന്നെ ആരെല്ലാം വാല്യൂസ് എടുത്തിട്ട് ആഡപ്പ് ചെയ്യും, സം അപ്പ് ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റ് സം ഡിവൈഡഡ് ബൈ സൈസ് ചെയ്യും, ആവറേജ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡബിളിലേക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ഡിവിഷന് നമുക്ക് ആവറേജ് കിട്ടും. റിട്ടേൺ എ വി ജി എന്നുള്ള വാല്യൂ നമ്മൾ ഇവിടെ റിട്ടേൺ ചെയ്തു. ഡബിൾ ആയിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്തു, അതിവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മളെങ്ങനെ റിട്ടേൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടില്ല, തിരിച്ച് ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യുക, കോൾ ചെയ്ത ആൾക്ക് വാല്യൂ തിരിച്ചു കൊടുത്തിട്ടില്ല, അത് നമ്മൾ റിട്ടേൺ ചെയ്യാം. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് പോയിൻ്ററായിട്ട് തന്നെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഈ എക്സാമ്പിളിൽ സം നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തു അല്ലേ. ഇനി സമ്മ് നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ വേറെ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇതുപോലെ ഇൻറ്റ് z ഈസ് ഈക്വൽ ടു രണ്ടും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ റിട്ടേൺ ചെയ്യാം, റിട്ടേൺ z. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യണം, ഇവരെ റിട്ടേൺ ചെയ്യണം, പോയിൻ്ററായിട്ട് തന്നെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, അടുത്തു നമ്മൾ ചെയ്യുന്നത് റിട്ടേൺ ചെയ്യാം, ഈ ആഡ് ചെയ്ത വാല്യൂ റിട്ടേൺ ചെയ്യാം. ആർക്കാണ് റിട്ടേൺ ചെയ്യുന്നത്, ഇവിടെ മെയിനിലേക്ക്. ഇനി നമുക്ക് ഈ ലൈൻ ഒഴിവാക്കാം, കമൻറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ ഇൻറ്റീജർ പോയിൻ്ററായിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, നോർമൽ രീതിയിൽ റിട്ടേൺ ചെയ്യാം, പോയിൻ്ററായിട്ട് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ പോയിൻ്ററായിട്ട് റിട്ടേൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇയാളെ റിട്ടേൺ ചെയ്യും, ഈ സമ്മ് ചെയ്ത വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്ത് ഇവിടെ എത്തും. പക്ഷെ നമ്മളത് തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല അപ്പം. ഓക്കെ, റെഡി. ഞാൻ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഒരു പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, പ്രിൻ്റ് എഫ് സം ഈസ് %d കോമ, എന്നിട്ട് അവിടെ എന്ത് ചെയ്യാം, ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ സം എന്ത് ചെയ്തു, മെയിനിലേക്ക് തിരിച്ചു വന്ന് മെയിനിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോയി തിരിച്ചു വന്നു പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് രണ്ട് നമ്പേഴ്സിനെ സ്വീകരിച്ചു, ആ നമ്പേഴ്സിനെ പോയിൻറ്റേഴ്സായിട്ട് പാസ് ചെയ്തു, അതായത് ഇതിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്തു, ഫംഗ്ഷനിലേക്ക് എത്തി, ഫംഗ്ഷനിൽ അതിനെ പോയിൻ്ററായിട്ട് സ്വീകരിച്ചു, പോയിൻ്ററായിട്ട് അതിനെ ആഡ് ചെയ്തു. അതായത് ഇവിടെ ഡിക്ലെയർ ചെയ്ത് ഈ മെമ്മറിനെയാണ് ഉപയോഗിക്കുക ചുരുക്കത്തിൽ. എന്നിട്ട് അതെന്ത് ചെയ്തു, ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്യുന്നതും ഒരു പോയിൻ്ററായിട്ട് തന്നെയാണ്, ഇൻറ്റ് സ്റ്റാർ, അതാണ് പോയിൻ്റർ റിട്ടേൺ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻ്റ് അല്ല, ഇൻറ്റ് സ്റ്റാർ കേട്ടോ. ഇവിടെ തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചെടുക്കുന്ന വാല്യൂസിനെ ഇവിടെ എന്ത് ചെയ്തു, നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പോയിൻ്ററായിട്ട് പാസ് ചെയ്തു, തിരിച്ച് പോയിൻ്ററായിട്ട് തന്നെ തിരിച്ച് റിട്ടേൺ വാല്യൂ ഇട്ട് കൊടുത്തു. ഓക്കെ, ചെറിയ ഇതിലുമ്പോൾ സൈസ് വ്യത്യാസം വരില്ല. നമ്മൾ വലിയ അറേസൊക്കെ പാസ് ചെയ്യുമ്പോൾ അറേകളെ വീണ്ടും കോപ്പി ചെയ്ത് അല്ലേ, ഓരോ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ വീണ്ടും എല്ലാം കൂടി കോപ്പി ചെയ്യേണ്ട ഒരു പ്രയാസം എന്ത് ചെയ്യാം, ഇന്ന് ഒഴിവാക്കാം. ഓക്കെ, മെമ്മറി റീയൂസിങ് നടക്കും, ഉള്ള മെമ്മറിനെ വീണ്ടും യൂസ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, അതായത് വേറെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട തിയറി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അതിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നത്, ഇൻറ്റ് സ്റ്റാർ സ്പേസ് ഫംഗ്ഷൻ്റെ പേര്, അപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിളോട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, പോയിൻറ്റേഴ്സ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ലാബിലുള്ള എക്സാമ്പിളാണ്, പ്രോഗ്രാംസിലുള്ള. അപ്പോൾ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് പിന്നെ സ്റ്റാർ പി സ്റ്റാർ ക്യൂ അതിനുവേണ്ട പോയിൻറ്റേഴ്സ് ഡിക്ലെയർ ചെയ്തു. ഇൻറ്റീജറാണ് സമ്മ്. ഇവിടെ നമ്മൾ രണ്ട് ഇൻറ്റീജേഴ്സ് ചോദിച്ചു. ഓക്കെ, ആ ഇൻറ്റീജേഴ്സ് ഇവിടെ സ്വീകരിച്ചു ഫസ്റ്റിലേക്കും സെക്കൻഡിലേക്കും. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും നോർമൽ ഇൻറ്റീജേഴ്സാണ്. അപ്പോൾ അഡ്രസ് ഓഫ് ഫസ്റ്റ്, അഡ്രസ് ഓഫ് സെക്കൻഡ് സ്കാനഫ് വെച്ച് റീഡ് ചെയ്തു. ഇനി നമ്മൾ പിനെയും ക്യൂനെയും സ്റ്റാർ പി സ്റ്റാർ ക്യൂ രണ്ട് പോയിൻറ്റേഴ്സിനെ ഫസ്റ്റിനും സെക്കൻഡിനും അസൈൻ ചെയ്യണം. പി ഈക്വൽ ടു അഡ്രസ് ഓഫ് ഫസ്റ്റ്, ക്യൂ ഈക്വൽ ടു അഡ്രസ് ഓഫ് സെക്കൻഡ്. അപ്പോൾ ഇനി പിയും ക്യൂ എന്തായി, ഫസ്റ്റിനും സെക്കൻഡിലും ജോയിനായി കിടക്കുകയാണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സം ഈസ് ഈക്വൽ ടു സ്റ്റാർ പി പ്ലസ് സ്റ്റാർ ക്യൂ. സം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൻ്റെയും സെക്കൻഡ് വാല്യൂ, അതായത്
പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ സ്റ്റാർ പി അല്ലേ, ഫസ്റ്റുള്ള വാല്യൂ സെക്കൻഡുള്ള വാല്യൂ രണ്ടും സം ആഡ് ചെയ്യാം, എന്നിട്ടിവിടെ റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ വരും. എൻ്റർ 2 ഇൻറ്റീജേഴ്സ് 5 6 രണ്ടും സം ചെയ്തിട്ട് എന്ത് ചെയ്തു, സം ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു 11 എന്ന് കാണിച്ചു. ഓക്കെ, പിന്നെ അടുത്തുള്ള എക്സാമ്പിൾ സ്വാപ്പ് ചെയ്യാൻ, 2 നമ്പർ സ്വാപ്പ് ചെയ്യാം. അത് നമ്മൾ പോയിൻറ്റേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷന് ഓക്കെ, അതിൻ്റെ അകത്തേക്ക് 2 എണ്ണം സ്വീകരിക്കുക, 2 പോയിൻ്റ് സ്വീകരിക്കുക, XP YP അല്ലെങ്കിൽ XY നമുക്ക് കൊടുക്കാം. അതിനുശേഷം ടെമ്പ് എന്നുള്ള ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് ആദ്യം XPയിലുള്ള എടുത്ത് വെക്കുക, ടെമ്പ് ഈക്വൽ ടു XP, എന്നിട്ട് XPയിലേക്ക് എന്ത് ചെയ്യുക, YPനോട് കോപ്പി ചെയ്യുക. ഓക്കെ, XPയിലേക്ക് YPനെ കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ എടുത്ത് വെച്ച് YPയിൽ XPന്ന് എടുത്ത് വെച്ച് ടെമ്പ് ഉണ്ടല്ലോ, ആ ടെമ്പിലുള്ള വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യുക, YPയിലേക്ക് കോപ്പി ചെയ്യുക. അതായത് 2 നമ്പേഴ്സിനെ അങ്ങോട്ടും കൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ സ്വാപ്പ് ചെയ്തു. ഓക്കെ, ഈ സ്വാപ്പിങ് നമ്മളോട് ചെയ്താൽ സ്വാഭാവികമായിട്ട് അത് എവിടെ റിഫ്ലക്റ്റ് ചെയ്യും, ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും, മെയിനിൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ മെയിനിൽ നമ്മൾ എന്താ ചെയ്ത്, എക്സും വൈയും ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഓക്കെ, ഡിക്ലെയർ ചെയ്ത് വെച്ചതിന് ശേഷം എക്സിലേക്ക് ഒരു വാല്യൂ സ്വീകരിച്ചു, പ്രിൻ്റ് എഫും സ്കാൻ എഫ് വെച്ചിട്ട്, വൈയിലേക്ക് വേറെ വാല്യൂ സ്വീകരിച്ചു, പ്രിൻ്റ് എഫ് സ്കാൻ എഫ് വെച്ചിട്ട്, എൻ്റർ വാല്യൂ ഓഫ് വൈ. എന്നിട്ട് നമ്മൾ സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷനിലേക്കാണ് വിടുകയാണ്, എക്സിനെയും വൈയിലെയും. അവിടെ വിടുമ്പോൾ നമ്മൾ അഡ്രസ് ഓഫ് വൈയും അഡ്രസ് ഓഫ് എക്സും അഡ്രസ് ഓഫ് വൈ ആണ് എന്ത് ചെയ്തത്, നമ്മൾ ഇങ്ങോട്ടേക്ക് അയച്ചത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും സ്വാപ്പ് ചെയ്യും, അങ്ങോട്ടോട്ട് മാറും. 5 6 ആണെങ്കിൽ 6 5 ആയിട്ട് മാറും. എന്നിട്ട് നമ്മൾ ആഫ്റ്റർ സ്വാപ്പിങ്ങിന് പറഞ്ഞ ശേഷം എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാറിയിട്ടുണ്ടാവുമല്ലോ, അതിനുശേഷം നമ്മളോട് പ്രിൻറ്റ് ചെയ്യുക. സ്വാപ്പിങ്ങിന് ശേഷം രണ്ടുപേരുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എക്സ് ഈക്വൽ ടു പെർസെൻറ്റേജ് ടി. അപ്പം ഈ എക്സിൻ്റെ ഈ വാല്യൂ പ്രിൻറ്റ് ചെയ്യും, എക്സ് ഈക്വൽ ടു ഈ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. പിന്നെ വൈ ഈക്വൽ ടു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കൊടുത്ത് ഈ വൈ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, റിട്ടേൺ 0. ഓക്കെ, അതാണ് സ്വാപ്പ് ചെയ്യാനുള്ള. ഓക്കെ, നമ്മൾ റൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. എൻ്റർ വാല്യൂ ഓഫ് എക്സ് 5, എൻ്റർ വാല്യൂ ഓഫ് 5 6. അപ്പോൾ സ്വാപ്പിംഗ് ആഫ്റ്റർ സ്വാപ്പിംഗ് എക്സ് ഈക്വൽ ടു 6 ആയി അല്ലേ, വൈ ഈക്വൽ ടു 5 ആയി, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതാണ് സ്വാപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ, പോയിൻ്റർ പാസ് ചെയ്തിട്ട് സ്വാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ്, അറേ എന്നുള്ളതിന് എന്ത് ചെയ്യുക, സമ്മ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, പോയിൻ്റ് ഡിക്ലെയർ ചെയ്തു, PTR ഈക്വൽ ടു അറേ എന്ന് കൊടുത്തു. എന്നിട്ട് സൈസ്, അറേൻ്റെ സൈസ് ചോദിക്കുക, ആ അറേ റീഡ് ചെയ്യുക സ്കാൻ ഓഫ് വെച്ചിട്ട്. ഓക്കെ, PTR പ്ലസ് ഐ എന്ന് പറയുന്നതാണ്. ആദ്യം അതിൻ്റെ വാല്യൂ 0 ആയിക്കാറാം. അപ്പോൾ PTR ആദ്യത്തെ ബ്ലോക്കിൻ്റെ അഡ്രസ്സാണ് ഇവിടെ വരിക, സ്കാൻ ഓഫ്. രണ്ടാമത് വരുമ്പോൾ PTR പ്ലസ് 1 വരും രണ്ടാമത്തെ ബ്ലോക്കിൽ. PTR പ്ലസ് 2 മൂന്നാമത്തെ ബ്ലോക്ക്. അങ്ങനെ ബ്ലോക്കുകൾ ഇങ്ങനെ ആഡായി പോകും. ഓരോ ബ്ലോക്കിലേക്ക് ഇങ്ങനെ വാല്യൂ റീഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആ വാല്യൂസ് ഇവിടെ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. അങ്ങനെ നമുക്ക് സമ്മ് കാണാം. ഓക്കെ, ഇതിൽ നമുക്ക് ഡൈനാമിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഇങ്ങനെ കൊടുക്കാതെ, ഇവിടെ ഡയറക്റ്റ് ഡിക്ലെയർ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈസ് ഇല്ലാതെ കൊടുക്കാൻ പറ്റും. അത് നമ്മൾ യൂസ് ചെയ്യേണ്ട മെലോക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, PTR ഈക്വൽ ടു ഇൻറ്റ് സ്റ്റാർ മെലോക്ക് സൈസ് ഓഫ്. ഇതിൻ്റെ അത് സ്ട്രക്ചർ പറഞ്ഞ സമയത്ത് നമ്മളത് പറഞ്ഞിരുന്നു. ഓക്കെ, ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയാണ് അതിലുള്ളത്.